ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ക്ലാസ്സിൽ 21 സ്റ്റുഡൻസ് ഉണ്ട് ടോട്ടലായി. പക്ഷെ കണക്കൊക്കെ എടുത്തു വരുമ്പോ 20 സ്റ്റുഡൻസിനെ കാണുന്നുള്ളൂ. ഒരാൾ എവിടെ പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഒരു മനുഷ്യനല്ല, ഒരു പ്രേതമാണ്. പക്ഷെ ആരാണ് ആ പ്രേതം എന്ന് ആർക്കും കണ്ടെത്താനായി സാധിക്കുന്നില്ല. ക്ലാസ്സിൽ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അവർക്കിടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന കണ്ടെത്താൻ സാധിക്കാത്ത ആ 21ാമത്തെ വിദ്യാർത്ഥി അഥവാ പ്രേതം ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന കഥ വളരെ രസകരമായി പറഞ്ഞ് 2021 റിലീസായ 8 എപ്പിസോഡുകൾ മാത്രമുള്ള കൊറിയയിലെ തന്നെ വളരെ ഫേമസ് ആയ ട്രഷർ എന്ന ഒരു ബോയ് ബാൻഡിലെ അംഗങ്ങൾ അഭിനയിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. വളരെ രസകരമായ കഥയാണ്. വീഡിയോ കാണുന്ന ഓരോ സമയത്തും ആരായിരിക്കും ആ പ്രേതമെന്ന് നമ്മൾ വല്ലാണ്ടങ്ങ് തല പുകഞ്ഞ് ആലോചിക്കും. എന്തായാലും ഒടുക്കം നമ്മൾ ആലോചിച്ച ആള് തന്നെയാണോ പ്രേതമെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, പൊതുവെ ഡ്രാമാസിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു കഥയിൽ ഒരു നായകനും നായികയും ഇല്ല. മറിച്ച് കഥയിൽ കാണിക്കുന്ന വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, തുല്യ പ്രാധാന്യമുള്ളവരാണ്. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് രാത്രി സമയത്ത് ടീച്ചേഴ്സ് റൂമിൽ ഇരുന്ന് 12th ഗ്രേഡിലെ 4ാം ഡിവിഷന്റെ ക്ലാസ് ടീച്ചർ ആൻസർ ഷീറ്റ്സ് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരു വശപ്പെശക് കണ്ടെത്തുന്നു. അതായത് ലേറ്റസ്റ്റ് ആയി ക്ലാസ്സിൽ നടത്തിയ പരീക്ഷയുടെ ആൻസർ ഷീറ്റ്സിൽ 20 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ആ ക്ലാസ്സിൽ 21 സ്റ്റുഡൻസ് ഉണ്ട്. എക്സാം റൂമിൽ നിന്നിരുന്ന ടീച്ചറിനെ വിളിച്ച് ഈ ക്ലാസ് ടീച്ചർ കാര്യങ്ങൾ തിരക്കുമ്പോൾ, ഞാൻ എല്ലാ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി ഡബിൾ ചെക്ക് ചെയ്തിരുന്നു, എന്നാലും ഒന്നുകൂടെ സാർ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കുമെന്ന് അവർ പറയാണ്. സാർ ശരി ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് വീണ്ടും ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നു. പക്ഷെ അവിടെ ചെറിയ ലൈറ്റ് ഇങ്ങനെ മിന്നി തെളിയുന്നുണ്ട്. ഒപ്പം തന്നെ പുറത്തുനിന്ന് വലിയ ശബ്ദവും കേൾക്കാം. സാർ അത് എന്താണെന്ന് നോക്കാനായി പോകുന്നു. ആ സമയത്ത് അവിടെ ഒരു ജനാല തുറന്നു കിടക്കുന്നത് കാണുന്ന സാർ അത് അടയ്ക്കാണ്. ഈ സമയം ഇവിടുത്തെ മൊത്തത്തിലെ ആംബിയൻസ് കാണുമ്പോൾ തനിക്ക് ഒരു പ്രേത സിനിമ പോലെ തോന്നുന്നു സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വലിയൊരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിത്തിരിയുന്നു. ഇതേ സമയം ക്ലാസ് റൂമിൽ കുറച്ച് പയ്യന്മാരിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് 12th ഗ്രേഡിലെ ഡിവിഷൻ 4 ആണ്. ഈ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറിനെയാണ് നമ്മൾ മുന്നേ കണ്ടത്. എന്തായാലും ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ പയ്യന്മാര് ഈ ഓജോ ബോർഡൊക്കെ പോലെ കൊറിയയിലെ പ്രേതാത്മാക്കളെ വിളിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഇവർ 12 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരവിടെ ഇരുന്ന് അതങ്ങനെ കളിക്കുന്ന സമയത്ത് അമാനുഷികമായ രീതിയിൽ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പേന അനങ്ങുകയും പെട്ടെന്ന് ശക്തമായ ഇടിമിന്നൽ അടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം കണ്ട് 12 പേരും പേടിച്ച് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു. ആ ഒരു സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന അവർ അവിടെ താഴെ വീണ് കിടക്കുന്ന അവരുടെ ക്ലാസ് ടീച്ചറിനെ കാണുകയാണ്. സാറിന് ഇത് എന്ത് പറ്റിയെന്ന് ഇവരെല്ലാം ഷോക്കാവുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഈ ക്ലാസ്സിലെ ഒരു യൂട്യൂബ് ചാനലൊക്കെയുള്ള വ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ജംഗുൻ എന്ന പയ്യനെയാണ് നമ്മൾ കാണുന്നത്. അവൻ അവന്റെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ആദ്യം തന്നെ അവൻ പരിചയപ്പെടുത്തുന്നത് ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയ ഹുക്കിനെയാണ്. പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ വരാൻ അവന് താല്പര്യമില്ല. ക്യാമറയും കൊണ്ടൊന്ന് പോയി പഠിക്കാനുള്ള സമയം കൂടി കളയാനായിട്ട് വന്നേക്കുന്നു എന്ന് അവൻ ജംഗുനെ ഓടിച്ചു വിടുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് 2 പേരെയാണ്. അതിൽ ഒരാളുടെ പേര് ഹറുട്ടോ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ജുൻക്യു എന്നുമാണ്. അവർ രണ്ടുപേരും ക്യാമറ കണ്ടപാടെ ഒരു ഹായ് ഒക്കെ കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ക്ലാസ്സിലെ ഒരു ഹാൻസം പയ്യനായ ജി ഹുനെയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ജിയോങ് വു എന്ന പയ്യനെയാണ്. അവനാണെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. പിന്നീട് കാണുന്നത് യോഷി എന്ന പയ്യനെയാണ്. അവന്റെ പിറകിലായിരിക്കുന്നതാണ് ആഷി. ആഷിക്ക് ക്യാമറ അലർജി ആണെന്ന് തോന്നുന്നു, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ദേ പിറകിലൂടെ നടന്നു വരുന്ന കണ്ടില്ലേ ഹ്യുൻസ്യൂക്ക്. അവന്റെ സൈഡിലായിരിക്കുന്ന 2 പേര് മാഷി എന്ന ഒരു പയ്യനും ഏഡാം എന്ന മറ്റൊരു പയ്യനുമാണ്. ഇതിൽ ഏഡാമിനെ ഫ്യൂച്ചർ K-pop സ്റ്റാർ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിലെ ഇത്രയും പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ജംഗുൻ അവന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള മറ്റു സംഭവമില്ലേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതും കൂടി പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ഹ്യുൻസ്യൂക്കും മാഷിയോയും അവരുടെ ടീച്ചറിന് കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ്. സാറ് ഓക്കെ ആണോ എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഏഡം ആരോ സാറിനെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടതാകാനാ ചാൻസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ ജംഗുൻ പരിചയപ്പെടുത്തിയ കുട്ടികൾക്ക് പുറമെ കുറച്ച് ആൺകുട്ടികളും കൂടി ഈ ക്ലാസ്സിലുണ്ട് കേട്ടോ. അതിൽ ഒരാളായ ഡൂയങ് ക്ലാസ്സിന് വെളിയിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ സംസാരിക്കുന്നത് ഇവരുടെ ആ ഒരു വീണ ക്ലാസ് ടീച്ചറിനോടാണ്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ 15 ദിവസത്തേക്ക് ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വരാൻ പറ്റില്ല. 15 ദിവസം അതായത് 2 ആഴ്ച എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിനെ അലോ ചെയ്യാൻ പറ്റിയ അത്രയും നീണ്ട ഒരു കാലാവധി അല്ലാത്തത് കൊണ്ട് 15 ദിവസം ക്ലാസ്സിൽ ടീച്ചർ കാണില്ല. അതുകൊണ്ട് ക്ലാസ് ലീഡർ എന്ന നിലയിൽ ക്ലാസ്സിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കണമെന്നൊക്കെയാണ് ടീച്ചർ ഇവനോട് പറയുന്നത്. ഇതേ ടീം ക്ലാസ്സിൽ ഏഡം അവന്റെ പുതിയ പാട്ടിന്റെ ഡെമോ
തയ്യാറാക്കിയത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇടയ്ക്ക് എന്തോ ഒരു വശപ്പശക സൗണ്ട് അവൻ അതിൽ ശ്രദ്ധിക്കുന്നു. അത് കേൾക്കുന്ന അവൻ തന്റെ ക്ലാസ്സിലെ ആരെങ്കിലും തന്റെ ഡെമോ നശിപ്പിച്ചതായിരിക്കും എന്ന് കണക്ക് കൂട്ടി ക്ലാസ്സിലെ ജീഹൂൻ എന്ന പയ്യനെ നീ അല്ലടാ എന്റെ ഡെമോ നശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡെമോയോ അതെന്ത് സാധനമാണെന്ന് പോലും എനിക്കറിയില്ലെന്ന് അവൻ പറയുന്നു. ഈ സമയത്താണ് നമ്മുടെ ക്ലാസ് ലീഡറായ ഡോയങ് വരുന്നത്. അവൻ വന്നപാടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് ഇൻചാർജ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും വരില്ല, എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ അവൻ പറയുമ്പോൾ നമ്മുടെ പഠിപ്പി പയ്യൻ ജേഹുക്ക് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടെ എന്ന് ചോദിച്ച് വെളിയിലേക്ക് പോവാണ്. വല്ല ലൈബ്രറിയിലും പോയി ശല്യമില്ലാതെ പഠിക്കാൻ വേണ്ടിയുള്ള പോക്കായിരിക്കാം. ഈ ഒരു സമയത്ത് വേറൊരു ഡിവിഷനിൽ നിന്ന് 2-3 പയ്യന്മാർ ഇവിടേക്ക് വന്നിരിക്കുന്നു. വന്നപാടെ എന്നെ തണുപ്പ ഈ ക്ലാസ് മുറിയിലത്തെ കണ്ടില്ലേ, ശ്വാസം പോലും ഐസ് കട്ടയാവുന്നു എന്നെല്ലാം പെറുപെറുക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ക്ലാസ്സിലെ ജെൻക്യു എന്ന പയ്യൻ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മിൽക്ക് കളക്ട് ചെയ്യുന്നതാണ്. അവൻ 20 പാക്കറ്റ് എടുത്തു വെച്ചു. 21ാമത്തെ പാക്കറ്റ് എടുത്തു വെക്കാൻ പോകുമ്പോൾ ടീച്ചർ അവനെ തടയാണ്. ലിസ്റ്റിൽ 20 പിള്ളേരേ ഉള്ളൂ, പിന്നെ നീ എന്തിനാ 21ാമത്തെ എടുക്കുന്നത്, അത് തിരിച്ചു വെച്ചെന്ന് പറഞ്ഞ് ടീച്ചർ അവനെ ഓടിക്കുകയാണ്. എന്തായാലും അവൻ ആ ഒരു പാക്കറ്റ് തിരിച്ചു വെച്ച് 21 പേരുണ്ടല്ലോ, പിന്നെ എന്തിങ്ങനെ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ ഹാരുട്ടോ എത്തുന്നു. സഹായിക്കണോന്ന് ഹാരുട്ടോ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ജുൻക്യു ആ പാലും എടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിലും 21 പേരുണ്ടല്ലോ ക്ലാസ്സിലെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ലഞ്ച് ടൈമിൽ ജിയോങ് വു ഫുഡിനെ പറ്റി കമന്റ് അടിക്കുകയാണ്. ഇത് ഏതാണ്ട് ബലി ഇടുന്ന പോലെയൊക്കെയാണല്ലോ നമുക്ക് ആഹാരം വിളമ്പുന്നതെന്നെല്ലാം അവൻ പറയുമ്പോൾ ഹിൻസ്യുക്ക് ചുമ്മാ ഇരിടാ, നീ പറഞ്ഞിട്ട് വല്ല പ്രേതം ഇങ്ങോട്ടേക്ക് വന്നാ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ പ്രേതം വന്നാൽ ഞാൻ അതിനെ അടിച്ചിടുമെന്ന് ജിയോങ് വു പറയുന്നു. ഇതേ സമയം ജംഗ്വൻ അവൻ ഫുഡ് കഴിക്കുന്നതൊക്കെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മറ്റു കുട്ടികൾ ഇവൻ ഇങ്ങനെ വീഡിയോ ഇടുന്ന എന്തിനാണാവോ, ഒരു വീഡിയോയ്ക്കും 10ൽ കൂടുതൽ വ്യൂസ് കിട്ടി, ഞാൻ കണ്ടിട്ടില്ലെന്ന് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ടൈം ഏടം അവന്റെ പാട്ടിൽ എവിടെയാണ് ആ ഒരു നോയ്സ് കയറി പറ്റിയത് എന്നറിയാനായിട്ട് അതിങ്ങനെ തലങ്ങും വിലങ്ങും കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഇവരെല്ലാം പ്ലേറ്റ് കൊണ്ടുവെക്കുന്നു. ഈ സമയത്ത് കഫറ്റീരിയയിലെ ലേഡി എന്നും ഈ ഒരു വിദ്യാർത്ഥി മാത്രം ഫുഡൊന്നും കഴിക്കാതെ വേസ്റ്റ് ചെയ്യുകയാണല്ലോ, എന്തൊരു പയ്യന എന്നെല്ലാം കഴിക്കാതെ ബാക്കി അവിടെ വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ഫുഡിനെ നോക്കി പെറുപെറുക്കുന്നത് ഡൂയങ് കേൾക്കുന്നു. അങ്ങനെ പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ക്ലാസ്സിലെ കുറച്ച് പയ്യന്മാർ ഇവരുടെ അടുത്തേക്ക് എത്തി സോക്കർ കളിക്കാനായി വിളിക്കുന്നു. ഈ ടീം പഠിപ്പി പയ്യൻ ജേഹുക് അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കാണുന്ന ഹിൻസിക്ക് പോവല്ലേ നമുക്ക് ഗെയിം കളിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി 11 പേരുണ്ട്, പിന്നെ ഞാൻ അധികം പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു. ഇവർ എണ്ണി നോക്കുമ്പോൾ 11 പേര് തന്നെ ഉണ്ട്. ഇവനിത് എപ്പോ എണ്ണിയടാ, വെറുതെ അല്ല ഇവനെ പഠിപ്പിന്ന് വിളിക്കുന്നതെന്ന് അവർ കമന്റ് പഠിക്കുന്നു. അങ്ങനെ ഗെയിമിൽ ജയിക്കുന്നത് നമ്മുടെ ഈ ടീമാണ്. ഈ സമയത്ത് ഓപ്പോസിറ്റ് ടീമിലെ പയ്യൻ എന്നാലും ഞങ്ങൾ ഒരാൾ കൂടുതലുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് വിചാരിച്ചെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ 12 പേരുണ്ടായിരുന്നോ, അത് ചീറ്റിംഗ് അല്ലേ എന്ന് ഹ്യുൻസിക്ക് ചോദിക്കുകയാണ്. അല്ലടാ ഞങ്ങൾ 11 ഉണ്ടായിരുന്നു, നിങ്ങൾ 10 ഉള്ളായിരുന്നു എന്ന് ഓപ്പോസിറ്റിലെ പയ്യൻ പറയുമ്പോൾ അല്ലല്ലോ ഞങ്ങൾ 11 പേരുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ എണ്ണിയതായിരുന്നല്ലോ എന്ന് ഇവന്മാര് പറയുന്നു. പക്ഷെ അവര് നിങ്ങൾ 10 ഉള്ളെന്ന് തറപ്പിച്ച് പറയുമ്പോൾ ഇവന്മാർക്ക് എന്തോ ഒരു വശപ്പശക ഫീൽ ചെയ്യുന്നു. ഇതേ സമയം ക്ലാസ്സിലിരിക്കുന്നവര് ആകെ ചൂടെടുത്തിരിക്കുകയാണ്. പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവർക്ക് ഈ ക്ലാസ്സിൽ വലിയ തണുപ്പ് പോലെയല്ല ഫീൽ ചെയ്യുന്നത്, പക്ഷെ അകത്തിരിക്കുന്നവർക്ക് നല്ല ചൂടെടുക്കുന്നു. ആ ടീമാണ് അങ്ങോട്ടേക്ക് ജിയോങ് വു എത്തുന്നത്. ആരെങ്കിലും സോക്കറിന്റെ ഇടയിൽ പോയായിരുന്നു എന്ന് അവൻ തിരക്കുമ്പോൾ ജംഗ്വൻ എല്ലാരും പ്ലേ ചെയ്തു. തുടക്കം മുതൽ അവസാനം വരെ എല്ലാരും ഉണ്ടായിരുന്നു. സോക്കർ ഇഷ്ടമില്ലാത്ത ആഷി പോലും ഫുള്ള് കളിച്ചു എന്ന് പറയാണ്. മൊത്തവും 11 പേരുണ്ടായിരുന്നു. എന്നിട്ട് എന്താ അവന്മാര് 10 പേരെന്ന് പറഞ്ഞത്, അവന്മാർക്ക് ഇനി എണ്ണം തെറ്റിയതായിരിക്കും എന്ന് ഇവര് കണക്ക് കൂട്ടുന്നു. ഈ സമയത്താണ് മാഷി അവന്റെ പാല് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത്. പാലെടുക്കാൻ പോയ ജിൻക്യു ഞാൻ 20 പാക്കറ്റ് എടുത്തോണ്ട് വന്നത്, നമ്മൾ 21 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ടീച്ചർ കള്ളം പറയണ്ട നിങ്ങൾ 20 പേരല്ലേ ഉള്ളൂ, ഒരെണ്ണം നിനക്ക് കുടിക്കാനില്ലടാ എന്ന് പറഞ്ഞ് എനിക്ക് തന്നില്ല എന്ന് പറയാണ്. പക്ഷെ നമ്മൾ 21 പേരുണ്ടല്ലോ എന്ന് ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം തീർത്ത് പറയുന്നു. എണ്ണം എടുക്കുമ്പോ 21 പേരുണ്ട്. ടീച്ചറിന്റെ അറ്റൻഡൻസ് ബുക്ക് അവിടെ ഇരിക്കുന്നത് എടുത്തു നോക്കുമ്പോൾ അതിലും 21 പേരെ കാണിക്കുന്നുണ്ട്. പക്ഷെ ടീച്ചേഴ്സ് റൂമിലെ റെക്കോർഡിൽ 20 പേരെ എണ്ണമായി കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുന്ന ഇവർക്ക് ഇവരുടെ ക്ലാസ്സിൽ ഒരു വശപ്പശകുണ്ടെന്ന് മനസ്സിലാവുന്നു. അതായത് ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയും ഈ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറിന്റെയും കണ്ണിൽ മൊത്തത്തിൽ 21 സ്റ്റുഡൻസിനെ കാണാം. പക്ഷെ ഈ ക്ലാസ്സിന് പുറമേയുള്ള മറ്റാളുകളുടെ കണ്ണിൽ ഈ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസേ ഉള്ളൂ. അതായത് ഒരാൾ അദൃശ്യനാണ്. ആ അദൃശ്യനായിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരു പ്രേതമാണ്. കാരണം മനുഷ്യർക്ക് ഇങ്ങനെ അദൃശ്യനാകാൻ കഴിയില്ലല്ലോ, പ്രേതത്തിനല്ലേ അത് കഴിയൂ. പക്ഷെ ആരാണ് അയാൾ? ഒരു കാര്യം ഉറപ്പാണ്, സോക്കർ ഗെയിം കളിക്കുമ്പോൾ 11 പേരുണ്ടായിരുന്നെന്ന് ഇവർക്ക് ഉറപ്പാണ്. പക്ഷെ പുറമേന്നുള്ളവർക്ക് 10 പേരെ കാണാൻ സാധിച്ചുള്ളൂ. അതിനർത്ഥം ആ സോക്കർ ഗെയിം കളിച്ച 11 പേരെന്ന് ഇവർ വിശ്വസിക്കുന്ന ആ ആളുകൾക്കിടയിൽ ഒരാളാണ് പ്രേതം. അത് ആരായിരിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നിടത്ത് ഏതാം കേട്ടുകൊണ്ടിരുന്ന അവന്റെ ആ ഒരു ഡെമോ മ്യൂസിക്കിന്റെ വോളിയം പെട്ടെന്ന് റൈസ് ആവുന്നു. അവൻ വല്ലാതെ പേടിച്ച് ചെവിയിൽ വെച്ചിരുന്ന ഹെഡ്ഫോൺ എടുത്ത് ദൂരേക്ക് എറിയാണ്. ഈ ടീം ആ സൗണ്ട് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കേൾക്കാം. വളരെ ക്രീപ്പിയായ ആ വോയിസ് കേട്ട് അവരെല്ലാം ആകെ ഞെട്ടി നിൽക്കുന്നിടത്ത് അങ്ങനെ ഏടാം കേട്ടുകൊണ്ടിരുന്ന അവന്റെ ഡെമോ മ്യൂസിക്കിൽ എന്തോ ഒരു ക്രീപ്പി ആയിട്ടുള്ള സൗണ്ട് കേട്ട് അവൻ പെട്ടെന്ന് പേടിച്ച് ഹെഡ്ഫോൺ ഒക്കെ എടുത്തെറിയാണ്. ഈ സമയം ആ ഒരു മ്യൂസിക് വളരെ ലൗഡായി എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നു. വളരെ പൈശാചികമായ ഒരുമാതിരി സൗണ്ട് അതിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ്. യങ്ങു ആരെങ്കിലും അതൊന്ന് നിർത്തിടാന്ന് അലറുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ ഒരു സൗണ്ട് വന്നതെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ ജീഹോൻ ഇനി ഇത് ആരെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ പ്രാങ്ക് ചെയ്തതാ
വല്ലതായിരിക്കുമോ എന്ന് വിചാരിക്കുകയാണ്. പ്രാങ്ക് ഒന്നും ആയിരിക്കില്ല. ഒന്നാമത് ഈ ക്ലാസ്സിൽ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയില്ലേ, അപ്പോ തീർച്ചയായിട്ടും ഇതേതോ പ്രേതം തന്നെയാണെന്ന് മറ്റുള്ളവർ പറയുന്നു. ഈ സമയം ഡൂയങ് ഈ ക്ലാസ്സിൽ അങ്ങനെ ഒരു പ്രേതം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയാണ്. ഇവൻ ഈ ക്ലാസിന്റെ ലീഡർ ആണെന്ന് കരുതി ഇവൻ പറയുന്നത് കേൾക്കാനായിട്ട് ഇരിക്കുകയാണോ പ്രേതം? മണ്ടൻ. എന്തായാലും താൻ പറഞ്ഞത് കേട്ട് ഈ 21 വിദ്യാർത്ഥികളിൽ പ്രേതമായ ആ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് പോകുമെന്ന് അവൻ കരുതുന്നുണ്ട്. പക്ഷെ ആരും തന്നെ എഴുന്നേറ്റ് പോയില്ല. ഈ സമയം അവൻ പ്രേതമായിട്ട് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ബാക്കിയുള്ള ഞങ്ങൾ 20 പേരും കൂടി ചേർന്ന് ആ പ്രേതത്തെ കണ്ടെത്തുമെന്ന് ഒരു ചലഞ്ച് പോലെ പറയാണ്. ഇതേ സമയം ആകെ പേടിച്ചിരിക്കുന്ന ജിയോങ്വുനെ ജീഹുൻ ദേടാ നിന്റെ പുറകെ പ്രേതമെന്നും പറഞ്ഞ് വീണ്ടും പേടിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുന്ന സമയം ഹ്യുൻസ്യൂക്ക് ഏഡമിനോട് ഇനി നീ ആ ഡെമോ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഏഡം എനിക്കിനി അത് തൊടാനേ പേടിയാ, അതിനകത്തെ സൗണ്ട് ഒക്കെ കാരണം ഞാൻ വല്ലാതെ പേടിച്ചു പോയെന്ന് പറയുന്നു. സത്യത്തിൽ ഒന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓജോ ബോർഡ് പോലെ ഒരു സാധനം ഈ പിള്ളേർ കളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അതില് 12 പേര് ആ ക്ലാസ് റൂമിൽ പ്രസന്റ് ആയിരുന്നെങ്കിലും 2 പേരാണ് ആ ബോർഡിൽ കൈ വെച്ച് കളിച്ചത്. അത് ഏഡാമും ഹ്യുൻസ്യുക്കുമാണ്. പക്ഷെ ഹ്യുൻസുക്കിനെ ഒന്നും ബാധിക്കാതെ എന്തുകൊണ്ട് തന്റെ ഡെമോയിൽ തന്നെ ഈ പ്രേതം കയറി പിടിച്ചു എന്നാണ് ഏഡാമിന്റെ സങ്കടം. അത് കേൾക്കുന്ന ഹ്യുൻസുക്ക് ഞാൻ ആ ഓജോ ബോർഡിന് പറയേണ്ട മന്ത്രം മുഴുവൻ പറഞ്ഞിരുന്നു, പക്ഷെ നീ അത് ഫുള്ള് പറയാതെ ആ ഇടിയും മിന്നലും വന്നപ്പോ പേടിച്ചു പോയില്ലേ, അതുകൊണ്ടായിരിക്കാം എന്ന് പറയാണ്. ഈ സമയത്ത് ഈ സംഭാഷണം എല്ലാം കേൾക്കുന്ന ജംഗ്വൻ എങ്ങനെയാണ് ഹ്യുൻസുക്കിന് പ്രേതങ്ങളെ പറ്റി ഇത്രയും കാര്യം അറിയാവുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ അതിലൊക്കെ വലിയ പുലിയല്ലേ, എനിക്കിതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഹ്യുൻസുക്ക് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ റൂമിലുള്ള ഏഡമും ജംഗ്വനും ഹറുറ്റോയും മാഷിയോയും ഒന്നും തന്നെ പ്രേതങ്ങളല്ല എന്ന് ഹ്യുൻസുക്ക് പറയാണ്. കാരണം ഇവരെല്ലാവരും റെഡ് ബീൻസ് കഴിക്കുന്നുണ്ട്. പൊതുവെ റെഡ് ബീൻസ് കൊണ്ടുള്ള യാതൊരു ആഹാര പദാർത്ഥങ്ങളും പ്രേതങ്ങൾ കഴിക്കില്ല. അവർക്ക് റെഡ് ബീൻസ് പേടിയാണെന്ന് അവൻ പറയുന്നു. ഇതേ ടീം ജേഹ്യുക്ക് ഹറുറ്റോയോട് എനിക്ക് ആ പ്രേതത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് പേടിയാവുന്നു, എക്സാം വരാൻ പോകുന്ന ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നെല്ലാം പറയുമ്പോൾ ഹറുറ്റോ നീ ഒന്ന് കാമാകെന്ന് പറഞ്ഞ് അവന് കുറച്ച് ടീ കൊടുക്കുന്നു. ഇതേ സമയം മറ്റൊരു ബെഡ്റൂമിൽ ജംഗ്വൻ അവന്റെ യൂട്യൂബ് ചാനലിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഡൂയങ് ആണെങ്കിൽ ഇരുന്ന് പഠിക്കുന്നു. വേറൊരു ബെഡ്റൂമില് വീണ്ടും ജീഹുൻ ജിയോങ്വുനെ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നു. അടുത്ത ബെഡ്റൂമിലാകട്ടെ ഏഡം പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ സമയം യോഷി ആഷി എവിടെ പോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആഷിയാണെങ്കിൽ ഒറ്റയ്ക്ക് ക്ലാസ്സിലിരുന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ കുട്ടികളും ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ മാത്രം എന്തെങ്കിലും ക്ലാസ്സിലിരുന്ന് പെയിന്റിങ് ചെയ്യുന്നത്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ഹ്യുൻസ്യുക്ക് ക്ലാസ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതാണ്. പ്രേതത്തിന്റെ ദേഹത്ത് ചൂട് കാണില്ല, തണുപ്പായിരിക്കും എന്നാണ് ഹ്യുൻസ്യുവിന്റെ തിയറി. അങ്ങനെ അവൻ ഓരോരുത്തരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ആഷിയുടെ ബോഡി ടെമ്പറേച്ചർ വളരെ കോൾഡ് ആണെന്ന് അവൻ കണ്ടെത്തുന്നു. ഇതേ സമയം ഈ ഒരു സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ജംഗ്വൻ നടന്നു പോകുമ്പോൾ ആഷി പടം വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ എന്തോ ഒന്ന് ഇങ്ങനെ മുറുമുറുക്കുകയാണ്. എന്താണ് അവൻ പറയുന്നതെന്ന് പക്ഷെ ക്ലിയർ ആവുന്നില്ല. ഇതേ സമയം യോഷി ആണെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളെ ഒരു പേന അദൃശ്യമാക്കി ഇങ്ങനെ മാജിക് ട്രിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം ജുൻക്യു ഹറുറ്റോയോട് നീ എന്താ നിന്റെ ബുക്ക് മറ്റു കുട്ടികളെ പോലെ ലോക്കറിൽ വെക്കാതെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹറുറ്റോ എന്റെ ലോക്കറിന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. ഞാൻ വേണമെങ്കിൽ അത് പൊട്ടിച്ചു തരാന്ന് ജുൻക്യു പറയുമ്പോൾ വേണ്ട വേണ്ട, പൊട്ടിച്ചിട്ടും അതിൽ അത്ര അത്യാവശ്യത്തിന് എടുക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് ഹറുറ്റോ പറയുന്നു. ഇതേ ടീം ക്ലാസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ജുൻക്യുവിന് പാല് കൊടുക്കാഞ്ഞ് മറ്റേ സാറില്ലേ 21 പാക്കറ്റ് എടുക്കണ്ട 20 പാക്കറ്റ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ ആ സാറ് ഇവർക്ക് കുറച്ച് വർക്ക്സ് കൊടുക്കാനായി വരുന്നു. ഇവരുടെ ക്ലാസ്സിൽ കയറിയ പാടെ ആ സാറിന് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ടല്ലോ എന്ന് സെൻസ് ആവുന്നു. വർക്കിന്റെ ഭാഗമായി ഒരു വീഡിയോ കാണിക്കുകയാണ്. അവർ ആ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രേതത്തിന്റെ വിഷ്വൽ അതിൽ വരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും പേടിക്കുന്നുണ്ട്. ജിയോങ്വു ആണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അത് കണ്ട് ജീഹുൻ ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജീഹുൻ ജിയോങ്വുവിനെ പേടിപ്പിക്കാൻ വെച്ച ഒരു പ്രാങ്ക് ആണെന്ന്. എന്തായാലും ഇത് കണ്ട് കുട്ടികൾക്കിടയിൽ സംസാരമാവുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രേതം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാങ്ക് നടത്തുന്നത് ശരിയാണോ എന്നല്ല. അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഓരോരുത്തർ ആരായിരിക്കാം പ്രേതമെന്ന് അവർക്ക് തോന്നുന്നത് ഗസ് അടിക്കുന്നു. യോഷി മുന്നേ പേന ഡിസപ്പിയർ ആക്കിയതുകൊണ്ട് അവനായിരിക്കാം പ്രേതമെന്ന് ഒരാൾ പറയുമ്പോൾ അതൊരു മാജിക് ട്രിക്ക് ഞാൻ ചെയ്തതല്ലേടാ, അതിന് ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് യോഷി ചോദിക്കുന്നു. ഇതേ സമയം ഹറുറ്റോ പ്രേതമാണെന്ന് മറ്റൊരാൾ പറയുന്നു. കാരണം അവന്റെ മുഖം പ്രേതത്തിന്റേതുപോലെ വിളറി വെളുത്തിരിക്കുകയാണെന്ന്. അത് കേൾക്കുന്ന ഹറുറ്റോ ഞാനൊരു പാവല്ലേ എന്നെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹ്യുൻസിക്കും ഹറുറ്റോയെ സപ്പോർട്ട് ചെയ്യുന്നു. ഹറുറ്റോ റെഡ് ബീൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അവന് ഉറപ്പായിട്ടും പ്രേതമാകാൻ ചാൻസ് ഇല്ലെന്നാണ് ഹ്യുൻസ്യുക്ക് പറയുന്നത്. എന്നാലും ആരായിരിക്കും ആ പ്രേതമെന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുന്നു. ഈ സമയത്ത് ഹ്യുൻസ്യുക്ക് അവന്റെ കയ്യിലുള്ള ഗോസ്റ്റ് ബുക്ക് പരിശോധിച്ച് ഒരു ഐഡിയയുമായി എത്താണ്. അവൻ ഇങ്ങനെ ക്ലാസ്സിലെ ചുറ്റും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിലെ ജനാലയുടെ ചില്ലിലേക്ക് ഒരു പക്ഷി വന്ന് ശക്തിയിൽ ഇടിക്കുകയും അവിടെ രക്തക്കറ പറ്റുകയും ചെയ്യുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ഒരു കാര്യത്തിൽ എല്ലാവരും പേടിച്ചു പോകുന്നു. ഈ സമയം മാഷിഹോ ക്ലാസ്സിലേക്ക് ഒരു പടവുമായി ഓടിയെത്താണ്. ആ പടത്തിലുള്ളത് ചുവന്ന വസ്ത്രം ധരിച്ച ഒരാൾ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. അയാളുടെ ചുറ്റിനും പക്ഷിയുടെ കറുത്ത തൂവലുകളും ഉണ്ട്. ഒരു വല്ലാത്ത ക്രീപ്പി ആയ ഒരു പിക്ചർ. എന്താ ഈ നടക്കുന്നത് എന്ന് എല്ലാവരും അന്തം വിട്ടിരിക്കുമ്പോൾ ജംഗ്വൻ ആഷി മുന്നേ എന്തോ ഒന്ന് പിറുപിറുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. കൂടാതെ അവൻ
എന്തോ ഒരു പടം വരയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നെല്ലാം പറയാണ്. ഈ സമയത്ത് ഹ്യുൻസിക്ക് ആഷിയുടെ ദേഹത്ത് വളരെ ലോ ടെമ്പറേച്ചർ ആണ്, ഒരുമാതിരി തണുപ്പും മരവിപ്പും. പക്ഷെ നമ്മുടെ എല്ലാം ശരീരത്തെ ചൂടാണെന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും ആഷിയെ നോക്കുന്നു, ഒരുമാതിരി അവനാണോ പ്രേതമെന്ന മട്ടിൽ. ഇതേ ടൈം ഡൂയങ് ആഷി നീയാണോ ഈ ക്ലാസ്സിലെ പ്രേതമെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയും അതിലേറെ പേടിയോടെയും ആഷിയെ തന്നെ ഉറ്റുനോക്കുന്നു. ക്ലാസ്സിൽ വളരെ സൈലന്റ് ആയ, ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യപ്പെടാത്ത, ഈ ക്രീപ്പി ആയ ചിത്രം വരച്ച, ദേഹത്ത് തണുപ്പുള്ള എന്തോന്ന് ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്ന ആഷിയാണോ ആ പ്രേതമെന്നറിയാനായി ക്ലാസ്സിൽ എല്ലാവരും ആഷി ആയിരിക്കാം പ്രേതമെന്ന് കരുതി നിൽക്കുന്നിടത്താണ്. കാരണം ആഷിയുടെ ദേഹത്ത് ഒരു തണുപ്പുണ്ട്, അവൻ വളരെ സ്ട്രേഞ്ച് ആയി ബിഹേവ് ചെയ്യുന്നു, ക്യാമറയുടെ മുന്നിലൊന്നും വരാൻ താല്പര്യപ്പെടുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് വിയേർഡായ പടം വരച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ പോലെ ഉരുവിടുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നീയല്ലേ പ്രേതമെന്ന് എല്ലാവരും ആഷിയോട് ചോദിക്കുന്ന സമയം ആഷി എഴുന്നേറ്റ് അവന്റെ സ്ലീവ്സ് മാറ്റുന്നു. ആ ടൈം അവന്റെ കയ്യിൽ കുരിശ് പച്ചകുത്തി ഇരിക്കുന്നത് നമുക്ക് കാണാം. ഒപ്പം തന്നെ അവന്റെ കഴുത്തിൽ അവൻ കൊന്തയും അണിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഡൗട്ട്, പ്രേതത്തിന് കുരിശൊക്കെ ഇങ്ങനെ അണിയാൻ സാധിക്കുമോ? പ്രേതം കുരിശ് കണ്ട ഓടുന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആഷി പ്രേതമല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആ ടൈം മുന്നേ ജീഹോൻ റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ ഇല്ലേ, ആഷി തനിയെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രങ്ങൾ പോലെ പറയുന്നത്, ആ വീഡിയോ കാണിച്ചിട്ട് നീ ഇതിൽ എന്തെടുക്കായിരുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, നമ്മുടെ ക്ലാസ് റൂമിലുള്ള സാത്താനോ ഡീമനോ എന്തോ ആകട്ടെ അതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണേ ദൈവമേ എന്ന്. നമ്മുടെ ക്ലാസിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചെനിക്ക് ഇതല്ലേ കിട്ടുന്നതെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നു. ഒപ്പം തന്നെ അവിടെ നിൽക്കുന്ന ഹ്യുൻസിക്കിന്റെ അടുത്തേക്ക് ചെന്ന് ഹ്യുൻസിക്കിന്റെ കൈ പിടിച്ചിട്ട് ഇപ്പോഴും നിനക്ക് എന്നെ തണുത്തതുപോലെ തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെന്ന മട്ടിൽ ഹ്യുൻസിക്ക് തലയാട്ടുമ്പോൾ എല്ലാവരുടെയും ദേഹത്ത് ഒരേ ബോഡി ടെമ്പറേച്ചർ ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. ചിലരുടെ ദേഹത്ത് എപ്പോ തൊട്ടാലും നല്ല ചൂട് കാണും, ചിലരുടെ ദേഹത്ത് നല്ല തണുപ്പും എന്നും പറഞ്ഞ് തണുപ്പായിട്ടുള്ളവരെല്ലാം പ്രേതോന്ന് ഇങ്ങനെ നീ പറഞ്ഞോണ്ട് നടന്ന എങ്ങനെ ശരിയാവുന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്നു. എന്നാൽ ആരായിരിക്കും ആ പ്രേതമെന്ന് ആശങ്കയും ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്റ്റലാണ്. അവിടെ കുറച്ച് പയ്യന്മാര് ഒരു ഹൊറർ മൂവി കാണാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. ആ സമയത്ത് വീണ്ടും ഇവർ ആശയെ പറ്റി സംസാരിക്കുന്നു. എന്നാലും നമ്മൾ അവനെ പ്രേതോന്ന് തെറ്റിദ്ധരിച്ചത് മോശമായി പോയെന്ന് ഒരാൾ പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരായാലും അവനെ അങ്ങനെ തെറ്റിദ്ധരിക്കുള്ളൂ എന്ന് പറയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജംഗുവിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ആ ഒരു കാക്ക വന്ന് ജനലെ ഇടിക്കുന്ന ആ ഒരു സീൻ ഞാൻ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താൽ എനിക്ക് ഇഷ്ടം പോലെ വ്യൂസ് കിട്ടിയാനെ. നല്ലൊരു ചാൻസ് മിസ്സാക്കിയെന്നെല്ലാം അവൻ ആകെ നിരാശ വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ ടൈം ഇവർ കണ്ടുകൊണ്ടിരുന്ന ഹൊറർ ഫിലിമില് നല്ല ഒരു പ്രേത സീൻ വരുന്നു. എല്ലാ എണ്ണവും പേടിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു സമയം ഹറുട്ടോ വലിയ താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജംഗു തന്നെയാണ്. രാത്രി സമയമാണ്. അവനാണെങ്കിൽ ആ ക്ലാസിന്റെ വരാന്തയിലൂടെ എന്നാലും ആ കാക്ക വന്നിടിച്ചപ്പോ ഞാൻ അത് ഷൂട്ട് ചെയ്യാതെ വിട്ടല്ലോ എന്ന ആ ഒരു നിരാശയിൽ ഇങ്ങനെ നടക്കുന്നു. മുന്നത്തെ വിഷ്വല് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്തിടാമെന്ന് കരുതി അവൻ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ഹായ് ഗൈസ്, ഞാനിപ്പോ ഉള്ളത് പ്രേതം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ക്ലാസ് മുറിയിലേക്ക് പോകാനുള്ള വഴിയിലാണ്. അവിടെ ചെന്ന് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഇവൻ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇവന്റെ തന്നെ ആ ക്ലാസിന്റെ അവിടേക്ക് ചെല്ലുന്നു. ഡോറിന്റെ അവിടെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് ആ കാക്ക വന്ന് ഇടിച്ച് പൊട്ടിയ ജനലിന്റെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നത് ഇവൻ കാണുന്നു. ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് മനസ്സിലാവാതെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ഒരു പരിഭ്രാന്തിയോടെ ജനാലയിൽ വല്ലതും വന്ന് ഇടിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒരു കാക്ക വന്ന് ഇടിച്ചു എന്ന് പറയാണ്. ഞാൻ എന്തായാലും ഇപ്പൊ അത് റെഡിയാക്കിയിട്ടുണ്ട്, നാളെ സ്കൂളിൽ സംസാരിച്ച് ഇത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് അയാൾ വെപ്രാളത്തിൽ പോവാണ്. അയാളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികേട് ഇവന് ഫീൽ ചെയ്യുന്നു. എന്തായാലും അവൻ അവിടെ നിന്ന് വീഡിയോ ലൈവായി സ്ട്രീം ചെയ്യുന്നു. ഈ ടീം താനുള്ളത് പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ക്ലാസ് റൂമിലാണെന്ന് അവൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഓഡിയൻസിലെ ചിലര് ഞങ്ങൾക്ക് പ്രൂഫ് വേണം, അല്ലാതെ ചുമ്മാ വന്നിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നെല്ലാം പറയുന്നു. ആ ടീം അവന്റെ ഓഡിയൻസിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യാനായി അവനൊരു ഗോസ്റ്റ് എനർജി ഫൈൻഡർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായി തീരുമാനിക്കുന്നു. അവൻ കയ്യിൽ കരുതിയ ടാബില് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി പ്രേതത്തെ ഡിറ്റക്ട് ചെയ്യാനായി നോക്കുന്നു. ആ സമയം മങ്ങിയ പോലെ ഒരു അദൃശ്യ ശക്തി ആ ഒരു സ്ക്രീനിൽ വിസിബിൾ ആവുന്നുണ്ട്. ഇവൻ അതിനെ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിവനെ ആക്രമിക്കുന്ന പോലെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവനൊന്ന് പേടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അത് ആ മുറിയിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. ഇവൻ അവിടെ എല്ലാം അതിനെ പിന്നീട് നോക്കുന്നുണ്ടെങ്കിലും കണ്ടെത്തിയില്ല. ആക്ച്വലി ഇത് പ്രേതമാണോ എന്താണെന്ന് അവൻ അറിയില്ല. പക്ഷെ അതവന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ആപ്ലിക്കേഷൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുമോ എന്ന് പോലും ഉറപ്പില്ലാതെ ഒരു ട്രൈ നൽകിയതാണ്. എന്തായാലും സംഭവം വളരെ ത്രില്ലിംഗ് ആയിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്റ്റൽ മുറിയില് ജേഹ്യുക്ക് പഠിച്ച് പാവം ഉറങ്ങിപ്പോയതാണ്. അവൻ അങ്ങനെ നല്ല ഉറക്കമായിരിക്കുന്ന സമയത്ത് ഒരു കറുത്ത രൂപം അവന്റെ അടുത്തെത്തുകയും അവന്റെ മുന്നിലിരുന്ന പേപ്പറിൽ കുത്തിവരയ്ക്കുകയും ചെയ്യുന്നു. ഈ സമയം എണ്ണിക്കാനായി അവൻ വെച്ച അലാറം അടിക്കുമ്പോഴേക്കും ആ കറുത്ത രൂപവും പോകുന്നു. അത് ആ പേപ്പറിൽ കുത്തി വരച്ചതും മാഞ്ഞു പോകുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ജേഹുക്കിന് എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടായി. അവൻ അതിന്റെ ക്ഷീണത്തിലിരിക്കുകയാണ്. എന്തായാലും അന്ന് ക്ലാസ്സിൽ ചെല്ലുന്ന അവനെ സാറ് വഴക്ക് പറയുന്നു. കാരണം ക്ലാസ്സിലെ പഠിപ്പി പയ്യനായ അവന് തീരെ മാർക്കില്ല. എക്സാംസാ വരാൻ പോകുന്നത്. ഇങ്ങനെ ഉഴപ്പിയാൽ എന്ത് ചെയ്യും? നിന്നെ കണ്ട നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം നിന്റെ കാര്യം തന്നെ നീ നന്നായി ശ്രദ്ധിക്കുക, എന്നാലും നന്നായി പഠിക്കാൻ സാധിക്കുന്നെല്ലാം സാർ അവനോട് പറയുന്നു. എന്തായാലും ഇതെല്ലാം കേൾക്കുന്ന ജേഹുക്കിന്റെ മനസ്സിൽ അവന് ഇടയ്ക്കിടയ്ക്ക്
വരുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണുള്ളത്. അതവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അവൻ പോകുന്ന വഴിയിൽ യോഷിയെ കാണുമ്പോൾ യോഷിയോട് ഒരു സഹായം ചോദിക്കുന്നു. പക്ഷെ അത് എന്താണെന്ന് പറയും മുന്നേ അവിടേക്ക് ഇവരുടെ ക്ലാസ്സിലെ തന്നെ കുറച്ച് പയ്യന്മാരെത്തുന്നത് കാണുന്ന ജേഹ്യുക്ക് യോഷിയെ മാറ്റി നിർത്താണ്. ഇതേസമയം വന്നിരുന്ന കൂട്ടത്തിൽ ഹറുറ്റോ ഉണ്ട്. ഹറുറ്റോ അതുവഴി അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യാണ്. സെക്യൂരിറ്റി ഗാർഡ് തിരിച്ച് ഹറുറ്റോയെ പേര് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നു. ഇത് കണ്ട് അവന്റെ കൂട്ടുകാര് ഹറുറ്റോ എത്ര പൊളൈറ്റ് അല്ലേ എന്നവനെ പ്രശംസിക്കുന്നുമുണ്ട്. എന്തായാലും ഇവരങ്ങനെ തിരിച്ച് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് ഇവരെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇവർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഹ്യൂൻസിക്ക് അവന്റെ ടേബിളിന് ചുറ്റും ഉപ്പ് വെതറിയിട്ടിരിക്കുകയാണ്. ജിയോങ് വു ഇതെന്തിനാ ഇങ്ങനെ ഉപ്പിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രേതങ്ങളെ അകറ്റാനായിട്ടാണെന്ന് പറയുന്നു. പ്രേതങ്ങൾക്ക് ഉപ്പ് പേടിയാണെന്നാണ് ഹ്യൂൻസിക്ക് പറയുന്നത്. അത് കേൾക്കുന്ന ജിയോങ് വു നിന്റെ കയ്യിൽ ഉപ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് കളയാതിരിക്കാനായിട്ട് എന്റെ ടേബിളിന്റെ ചുറ്റും ഒന്ന് ഇട്ടേക്ക്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അല്ലാതെ എനിക്ക് പ്രേതങ്ങളെ പേടിയുണ്ടായിട്ടൊന്നും അല്ല എന്ന് എടുത്തു പറയുന്നുമുണ്ട്. ഈ സമയത്താണ് വളരെ ദേഷ്യത്തിൽ ഡൂയങ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. ജംഗ്വന്റെ യൂട്യൂബ് ചാനൽ കാണിച്ചിട്ട് ക്ലാസ്സിൽ പ്രേതം എന്നൊക്കെ പറഞ്ഞ് നീ എന്തിനാ വീഡിയോ എടുത്തത്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലെന്നെല്ലാം ഡൂയങ് ദേഷ്യപ്പെടുമ്പോൾ ജംഗ്വൻ ആ ഒരു വീഡിയോ കുറച്ച് വൈറൽ ആയതോടുകൂടി അവന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിന്റെ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൂയങ് ഈ പറയുന്ന ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. നീ കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന് അവൻ തിരിച്ച് ഡൂയങ്ങിനോട് പറയുമ്പോൾ രണ്ടുപേർക്കിടയിൽ വാക്കേറ്റമാകുന്നു. ഈ സമയം ഏഡമിനോട് സംസാരിക്കുന്ന ആഷി പ്രേതം ഹറുറ്റോ ആണെന്ന് പറയുന്നു. പക്ഷെ അത് കേൾക്കുന്ന ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം ഹറുറ്റോ റെഡ് ബീൻ കഴിക്കുന്നത് ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. റെഡ് ബീൻ പോട്ടെ, ഹറുറ്റോ ഇവരുടെ ഒക്കെ കൂടെ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒപ്പം തന്നെ മുന്നേ ആ സെക്യൂരിറ്റി ഗാർഡ് വരെ ഹറുറ്റോയെ പേര് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്തില്ലേ. അവൻ പ്രേതമാണെങ്കിൽ അവനെ ക്ലാസ്സിന് പുറത്തുള്ള ഒരാൾക്ക് കാണാൻ കഴിയില്ലല്ലോ, പിന്നെ ഇങ്ങനെ ആ സെക്യൂരിറ്റി ഗാർഡ് അവനെ കണ്ടു, അതുകൊണ്ട് അവൻ പ്രേതമൊന്നുമല്ല എന്ന് മറ്റുള്ളവർ തറപ്പിച്ച് പറയുന്നു. പക്ഷെ ആഷിക്ക് ഹറുറ്റോ തന്നെയാണ് പ്രേതമെന്നാണ് വിശ്വാസം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യോഷിയെയും ജേഹ്യുക്കിനെയുമാണ്. ജേഹ്യുക്ക് അവന് വല്ലാതെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ വരുന്നു. എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് യോഷിയോട് പറയുമ്പോൾ യോഷിയുടെ മുത്തശ്ശി ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡി ആയതുകൊണ്ട് അവന് ജപിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്പെൽ കാർഡ് അവൻ ജേഹ്യുക്കിന് കൊടുക്കുന്നു. ആ സമയം ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ആയതെന്ന് യോഷി ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഹോസ്റ്റൽ റൂമിലേക്ക് വന്നതിന് ശേഷമാണെന്ന് പറയുന്നു. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷം ദുസ്വപ്നങ്ങൾ കൂടി വരികയാണെന്ന് ജേഹുക്ക് പറയുന്നുണ്ട്. എന്തായാലും റൂമിലേക്ക് എത്തുന്ന അവൻ കിടക്കുന്ന ബെഡിന്റെ മുകളിലായി അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു. താഴെ ജേഹുക്കും മുകളിൽ ഹറുറ്റോയുമാണ് കിടക്കുന്നത്. അങ്ങനെ അവൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹറുറ്റോ എത്തുന്നു. വന്നപാടെ ജേഹുക്കിന് കുടിക്കാനായി കുറച്ച് ടീ കൊടുക്കുന്നുണ്ട്. നിന്നെ കണ്ടാലേ നല്ല ക്ഷീണം ഉണ്ടെന്നറിയാം, ഈ ടീ കുടിച്ചാൽ നന്നായി ഉറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഹറുറ്റോ ബെഡിൽ കയറി കിടക്കുമ്പോൾ അവന്റെ ദേഹം പുകയുന്നു. കാരണം ആ സ്പെൽ കാർഡ് ഇവന്റെ ദേഹത്ത് ടച്ച് ചെയ്തപ്പോൾ ഇവന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അവൻ വേഗം തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. അവൻ പോകുന്നത് ടോയ്ലറ്റിലേക്കായിരുന്നില്ല, ക്ലാസ് റൂമിലേക്കായിരുന്നു. അവിടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവൻ മുന്നേ ആ ഒരു സ്പെൽ കാർഡ് ശരീരത്തെ സ്പർശിച്ച സമയം പുകഞ്ഞ ഭാഗം നോക്കുന്നു. ഈ സമയത്താണ് ആശയുടെ കണക്കുകൂട്ടൽ തെറ്റായിരുന്നില്ല, യഥാർത്ഥ പ്രേതം ഹറുറ്റോ ആണെന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഹറുറ്റോ അവന്റെ സ്കിന്നിലുണ്ടായ ആ ബേൺസ് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ ചില ഫ്ലാഷ് ബാക്കുകൾ കാണുന്നത്. ഒരു പ്രേതമായ ഹറുറ്റോ എങ്ങനെയാണ് ഈ കുട്ടികൾക്കിടയിൽ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ മാനേജ് ചെയ്തതെന്ന കാര്യം. കാരണം ഹറുറ്റോയെ ആരും തന്നെ പ്രേതമായി സംശയിക്കുന്നില്ല. അവൻ റെഡ് ബീൻസ് കഴിക്കാറുണ്ടെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അവൻ ആക്ച്വലി കഴിക്കുന്നത് പോലെ അഭിനയിച്ച് അവർ കാണാതെ അത് കളയുകയായിരുന്നു. ഒപ്പം തന്നെ അന്ന് അവർ ഓജോ ബോർഡ് പോലെ ഒന്ന് കളിച്ചപ്പോ ഇവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവനാണ് ആ കുട്ടികളെ പേടിപ്പിക്കാനായി എന്ന് ഗോസ്റ്റിനെ വിളിക്കുമ്പോൾ ആ ഒരു കോയിൻ അനക്കി ആ ഒരു പേന അനക്കിയതും ഒപ്പം തന്നെ അവിടെ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയതും. അങ്ങനെ ഈ കാര്യങ്ങളോടുകൂടി ഈ 21 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലെ ആ ഒരു പ്രേതമായ സ്റ്റുഡന്റ് ആരാണെന്ന കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഹറുറ്റോ ആണ് ഗോസ്റ്റ് എന്ന കാര്യം റിവീലായി. പക്ഷെ ഗോസ്റ്റ് ആയ ഹറുറ്റോയെ എങ്ങനെ സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡ് കണ്ടു എന്ന ഒരു സംശയം നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയിരിക്കാം അല്ലെ. അത് സസ്പെൻസ് ആണ്, ട്വിസ്റ്റ് ആണ്, വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്ലാസ്സിലേക്ക് എത്തുന്ന ജേഹ്യുക് യോഷിയെ കാണുമ്പോൾ യോഷി കൊടുത്ത ആ ഒരു സ്പെൽ കാർഡ് ബെഡിന്റെ മുകളിൽ വെച്ചണക്ക് തനിക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയാണ്. അത് വർക്കൗട്ട് ആകുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ക്ലാസ്സിൽ അതൊരെണ്ണം വെച്ചുകൂടാ, അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ പ്രശ്നമെല്ലാം മാറുമല്ലോ, എല്ലാവർക്കും സമാധാനത്തിൽ ഇരിക്കാൻ സാധിക്കുമല്ലോ എന്നെല്ലാം ജേഹ്യുക്ക് പറയുന്നു. ഇത് കേൾക്കുന്ന യോഷി ചെയ്യാമെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ക്ലാസ്സിലേക്ക് ജിൻക്യു ഒരു ടെഡി ബിയറിനെ പിടിച്ചോണ്ട് ഒരു പ്രണയഗാനം ഒക്കെ പാടിക്കൊണ്ട് തുള്ളിച്ചാടി വരുന്നതാണ്. അവന്റെ പാട്ട് കേട്ട് എല്ലാരും എന്തോ നിതുന്ന മട്ടിൽ അവനെ നോക്കുമ്പോൾ ഇന്ന് എന്റെയും എന്റെ പ്രണയിനിയുടെയും 100ാമത്തെ പ്രണയ ദിവസമാണ്, അവൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കാൻ വാങ്ങിച്ചത് ഇതെന്നെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഹറുറ്റോ അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതേ ടീം ഇവൻ വീണ്ടും ഇങ്ങനെ പാട്ട് പാടിച്ചിരിക്കുമ്പോൾ എന്തോ നിതും നല്ലൊരു പാട്ട് പാടി കൊളവാക്കുമല്ലോ എന്ന മട്ടിൽ നമ്മുടെ K-pop സ്റ്റാർ ഏഡം നോക്കുന്നു. ഇതേ ടീം ഒരു പയ്യൻ ജുൻക്യുവിനോട് അല്ല നിനക്ക് ലവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ആളുടെ കണ്ടിട്ടില്ലല്ലോ, ഇനി അതും വല്ല പ്രേതമാണോ എന്നെല്ലാം ചോദിച്ച് കളിയാക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ജംഗുൻ വളരെ ടെൻഷനിലാണ്. കാരണം അന്ന് അവൻ ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഈ ക്ലാസ്സിലെ പ്രേതവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അവന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നു. സബ്സ്ക്രൈബേഴ്സിന് എന്ത് മറുപടി കൊടുക്കും, ഇത്
ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ഇടുമെന്നെല്ലാം അവൻ ഇങ്ങനെ ടെൻഷനിലിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ജംഗുൻ ക്ലാസ്സിൽ ആരും ഇല്ലാത്ത സമയത്ത് അന്നത്തെ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അന്നത്തെ പോലെ അതേ ഗോസ്റ്റ് ഡിറ്റക്ടർ ആപ്പ് കൊണ്ട് അവൻ പ്രേതത്തെ ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവന്റെ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സ് എന്താടാ പറ്റിക്കാൻ നോക്കാണോ, കള്ള നിർത്തിയിട്ട് പോടാന്നൊക്കെ കമന്റ്സ് ഇടുമ്പോൾ ഇവൻ ആകെ ടെൻഷനിലാവുന്നു. അങ്ങനെ പിന്നീട് കാഫറ്റീരിയയില് ഫുഡ് കഴിക്കാനായി എല്ലാരും ക്യൂ നിൽക്കാണ്. ഈ ടൈം യോഷി ഇങ്ങനെ ലൈനിൽ നിന്ന് പുളകം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈ മുന്നിലായി ലൈനിൽ നിൽക്കുകയായിരുന്ന ഹറുട്ടോയുടെ ദേഹത്ത് കൊള്ളുന്നു. കൊണ്ടത് ഹറുട്ടോയുടെ സ്കിൻ പുകഞ്ഞില്ലേ മറ്റേ ഒരു സ്പെല്ല് തൊട്ടപ്പോ ആ ഒരു ഭാഗത്താണ്. ഹറുട്ടോയ്ക്ക് വല്ലാതെ വേദന എടുത്ത് അവൻ എന്ന് വെക്കുമ്പോ എല്ലാരും അവനെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എന്താടാ എന്തേലും പറ്റിയോ എന്ന് യോഷി ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ മാനേജ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതാണ്. ആ സമയം മറ്റേ സാറ് ഡോറിന്റെ വെളിയിൽ വന്ന് ടീച്ചറിനെ എന്തോ ഒരു അത്യാവശ്യം സംസാരിക്കാനായി പുറത്തേക്ക് വിളിക്കുമ്പോൾ ടീച്ചർ ഇപ്പൊ വരാൻ കഴിയില്ല, ക്ലാസ് നടക്കല്ലേ എന്ന് പറയുന്നു. മിസ്സിന്റെ കാർ വെളിയിൽ പാർക്ക് ചെയ്തിട്ടില്ലേ, അതിന്റെ മുകളിൽ എന്തോ വീണ് കിടക്കുന്നു എന്ന് സാറ് പറയുമ്പോ മിസ് അയ്യോ എന്റെ കാറിന് എന്തോ പറ്റിയെന്ന് വലിയ ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. ഈ ടീം ഇത് കേട്ട സാറും ആ കുട്ടികളും ഇത്രയും നേരം പൂച്ച പോലെ സംസാരിച്ച മിസ് ഇത്രയും ഷൗട്ട് ചെയ്യുമെന്ന് അന്തിച്ചു പോകുന്നു. അങ്ങനെ കുട്ടികൾ മാത്രം ക്ലാസ്സിലുള്ള ടൈം അവിടെ ഒരു ചെറിയ പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം തന്നെ അനങ്ങുന്നു. ഇത് കാണുന്ന ജുൻക്യു ഇതെങ്ങനെ തന്നെ അനങ്ങുന്നത്, സാധാരണ ആരെങ്കിലും തൊട്ടാലല്ലേ ഇത് അനങ്ങൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് അത് ഓഫ് ചെയ്യുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് വീണ്ടും തന്നെ അനങ്ങുമ്പോൾ അവൻ പേടിച്ച് സീറ്റിൽ പോയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ഹറുട്ടോയോട് നിനക്കത് കാണാൻ പറ്റുന്നുണ്ടോ, അതോ എനിക്ക് മാത്രമാണോ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹറുട്ടോ അത് ഓഫ് ചെയ്യാനായി അടുത്തേക്ക് ചെല്ലുന്നു. ആക്ച്വലി ഹറുട്ടോ തന്നെ ചിന്തിക്കുന്നുണ്ട്, പ്രേതമായ ഞാനല്ല ഇത് ചെയ്തത്, പിന്നെ ഇത് എങ്ങനെ തന്നെ അനങ്ങിയെന്ന്. എന്തായാലും അവൻ അത് ഓഫ് ചെയ്ത് തിരിയുമ്പോൾ വീണ്ടും അനങ്ങുന്നു. എല്ലാരും വളരെയധികം പാനിക് ആവുന്നു. പക്ഷെ ഈ സമയം ജംഗുൻ മാത്രം വളരെ കൂളായി അവിടെ ഇരിക്കുകയാണ്. അവൻ അല്പനേരം എല്ലാരും പാനിക് ആകുന്നതൊക്കെ കണ്ടോണ്ടിരുന്ന് പിന്നീട് പതിയെ എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് എല്ലാ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് ആ ഒരു പെൻഡുലം നിർത്താനായി അത് താഴേക്ക് ഇടുന്നു. പക്ഷെ താഴെ കിടന്നു അത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ക്ലാസ്സിനകത്ത് പേടിച്ച് നിൽക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ജംഗൻ കൂളായി അവന്റെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ എടുക്കുന്നു. ആക്ച്വലി അവനാണ് ആ പെൻഡുലം തന്നെ അനങ്ങുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അതിന് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികൾ പാനിക് ആകുമെന്നും അവർ റിയൽ ആയി പേടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് താൻ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ തനിക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടുമെന്ന് അവൻ കണക്ക് കൂട്ടി. എന്തായാലും അവൻ ഇവിടെ നിന്ന് റിമോട്ടിൽ പ്രസ് ചെയ്ത് അത് ഓഫ് ചെയ്യുമ്പോൾ ക്ലാസ്സിനകത്തും അത് ഓഫ് ആവുന്നു. ഇവനാണ് ഇതിന് പിന്നിലെന്നറിയാത്ത കുട്ടികളെല്ലാം നന്നായി പേടിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല, മുന്നേ മിസ്സിന്റെ വണ്ടിയുടെ മുകളിലേക്ക് കരുതിക്കുട്ടി എന്തോ മറിച്ചിട്ടതും ഇവൻ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീടും ഇവൻ കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്യാനായി പല കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ടൈം ഹ്യുൻസുക്ക് ഇന്ന് പ്രേതം നല്ല ഫോമിലാണല്ലോ, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, എന്ത് പറ്റി പ്രേതത്തിന് എന്നെല്ലാം പുറകുറുക്കുന്നു. എന്തായാലും അങ്ങനെ രാത്രിയാകുന്നു. രാത്രി ഇവരെല്ലാം നൈറ്റ് ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് രാവിലെ വരുമ്പോ ജുൻക്യു ടെഡി ബിയറിനെ കയ്യിൽ വെച്ചുകൊണ്ട് പാട്ട് പാടില്ലേ, ആ പാട്ട് പ്ലേ ആവുന്നു. അത് കേട്ട് ജുൻക്യുവും മറ്റുള്ളവരും പേടിക്കുന്നു. ഒപ്പം തന്നെ ഇവൻ അവിടെ വെച്ചിരുന്ന ടെഡി ബിയറിനെ കാണുന്നില്ല. ഇവൻ അതെല്ലാം തപ്പി നടക്കുമ്പോ ഒരു കബോർഡിനകത്ത് നിന്ന് അത് കിട്ടുന്നു. നോക്കുമ്പോ ടെഡി ബിയർ ആകെ രക്തക്കറ പോലെ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അവൻ പേടിച്ചത് തറയിലിടുന്നു. അപ്പോഴും ആ പാട്ട് ഇങ്ങനെ പ്ലേ ആകുമ്പോൾ അവൻ പേടിച്ച് ആ ടെഡി ബിയർ ഇട്ട് ചവിട്ടി കൂട്ടാണ്. അവന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനായി വലിയ കാര്യത്തിൽ വാങ്ങിച്ചോണ്ട് വന്നതാണ്. പക്ഷെ പേടിക്കുമ്പോ അത് ആരും ഓർക്കാനല്ലേ. എന്തായാലും ഇവനും ക്ലാസ്സിലെ മറ്റു കുട്ടികളും പാനിക് ആകുന്നു. പക്ഷെ ആ സമയത്തും ജംഗുൻ കൂളായി തന്നെ ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ ജിൻക്യു പാട്ട് പാടുമ്പോഴേ ഇവൻ അത് റെക്കോർഡ് ചെയ്തിരുന്നു. എന്തായാലും അതുപയോഗിച്ചാണ് ഇവനിപ്പോ വീണ്ടും ഇവരെ പേടിപ്പിച്ചത്. ജിൻക്യു ആണെങ്കിൽ പേടി റൂമിൽ ചെന്നിട്ട് ഉറക്കം വരാതിരിക്കുകയാണ്. മുകളിലത്തെ ബെഡിൽ കിടക്കുന്ന അവന് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പേടിയായിട്ട് താഴത്തെ ബെഡിൽ ഫ്രണ്ടിന്റെ കൂടെയാണ് കയറി കിടക്കുന്നത്. ഇതേ സമയം ഹറുട്ടോയുടെ റൂമിൽ ഹറുട്ടോ ഉറങ്ങാതെ കസാരയിൽ തന്നെ ഇരിക്കുന്നു. ഇത് കാണുന്ന ജയ്ഹിക്ക് എന്താ ഹറുട്ടോ കിടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കിടക്കുന്നുള്ളൂ, കുറച്ചേരം കൂടി ഇവിടെ ഇരിക്കട്ടെ എന്നെല്ലാം പറയാണ്. ആക്ച്വലി ഹറുട്ടോയ്ക്ക് ഇപ്പൊ ആ ബെഡിൽ കിടക്കാൻ വയ്യ, കാരണം ആ ബെഡിലാണല്ലോ ആ മന്ത്രക്കാർഡ് വെച്ചിരിക്കുന്നത്. ഇവൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവൻ പ്രേതമായതുകൊണ്ട് തന്നെ അത് ഇവനെ അഫക്ട് ചെയ്യും. ഈ ടീമാണ് ജയ്ഹിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കസാരയിൽ ഹറുട്ടോ ഇരിക്കുന്നുണ്ടെങ്കിലും ഹറുട്ടോയുടെ നിഴൽ തറയിൽ പതിയുന്നില്ല. കസാരയുടെ നിഴലിൽ പതിയുന്നുണ്ട്, പക്ഷെ ഹറുട്ടോയെ അതിൽ കാണുന്നില്ല. പൊതുവെ ഹറുട്ടോ ഇങ്ങനെ കസാരയിലൊന്നും ഇരിക്കാറില്ല, റൂമിൽ വന്നാൽ ബെഡിൽ കയറി കിടക്കാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഇവൻ ഈ കാര്യം കാണുന്നത്. ഇത് കാണുന്ന ഇവൻ ആകെ ഷോക്കാവുന്നു. ഹറുട്ടോ ആണോ പ്രേതമെന്ന് അവൻ ഞെട്ടിപ്പോകുന്നു. എന്തായാലും ഇതേ ടീം ജംഗുൻ അവന്റെ കൂട്ടുകാരെ പ്രാങ്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അവന് നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടുന്നുണ്ട്. അടുത്ത ദിവസമാണ് പക്ഷെ ഈ കാര്യങ്ങൾ ഡൂയങ് അറിയുന്നത്. ഒന്നാമതേ ഒരു വട്ടം വാണിംഗ് കൊടുത്തതാണ്, ഇങ്ങനെ ക്ലാസ്സിൽ വെച്ച് വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടരുതെന്ന് പറഞ്ഞ്. അത് കേൾക്കാതെ ഇവൻ വീഡിയോസ് ഇട്ടു. ഡൂയങ് ദേഷ്യപ്പെട്ട് ജംഗുനോട് ആ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇനിയും ചെയ്യുമെന്ന് ജംഗുൻ തർക്കിക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേർക്കും ഇടയിൽ ഇവിടെ വഴക്കാകുന്നു. ഇതേ ടീം യോഷി ജയ്ഹിക്കിനെ കാണുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെക്കാനായി സ്പെൽ കാർഡ് ചോദിച്ചില്ലേ, അത് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കാണ്. അത് ജയ്ഹിക്ക് വാങ്ങുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ഇനി ഹറുട്ടോ ആണ് പ്രേതമെങ്കിൽ ഇത് ചെയ്താൽ അത് ഹറുട്ടോയെ അഫക്ട് ചെയ്യില്ലേ, അതുകൊണ്ട് ചെയ്യണോ വേണ്ടയോ എന്ന വലിയ കൺഫ്യൂഷൻ. അത് കയ്യിൽ വാങ്ങിയെങ്കിലും ഉടനെ വെക്കണ്ട,
നമുക്കൊന്ന് ആലോചിച്ചിട്ട് വെക്കാം എന്നുള്ള രീതിയിൽ അവൻ മറുപടി പറയുന്നു. ഹറുറ്റോ പ്രേതമാണെങ്കിലും ഹറുറ്റോയുടെ കൂടെ ഇത്രയും നാള് ഒരേ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിട്ടും തന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഹറുറ്റോയെ അങ്ങോട്ട് ഹർട്ട് ചെയ്യാനായി ഇവന് താല്പര്യമില്ല. ഹറുറ്റോയെ പറ്റിയുള്ള സംശയം പോലും അവൻ യോഷിയുമായി ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജെങ്കുൻ ഹോസ്റ്റൽ റൂമിലുള്ളതാണ്. ആ ടൈം അവന്റെ റൂംമേറ്റ് ഒന്ന് വാഷ്റൂമിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ റൂംമേറ്റിനെ പ്രാങ്ക് ചെയ്ത് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനായി അവന്റെ ഫോണിൽ ഒരു ഗുലുമാൽ ഒപ്പിക്കാനായി ജെങ്കുൻ കൂട്ടുകാരന്റെ ഫോൺ എടുക്കുന്നു. കൂട്ടുകാരന്റെ ഫോണിലെ റിംഗ് ടോൺ മാറ്റി കൂട്ടുകാരൻ വരുമ്പോൾ അവനെ പ്രാങ്ക് ചെയ്ത് പേടിപ്പിച്ച് വീഡിയോ എടുക്കാനായി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കബോർഡിൽ കയറി ഒളിച്ചിരിക്കാനായി പോകുന്നു. പക്ഷെ ആ സമയം ഇവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ആ കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ റിംഗ് ടോൺ കേട്ട് കേട്ട് ചെവി പൊട്ടുന്ന പോലെ ഇവന് തോന്നുന്നുണ്ട്. ഇവനങ്ങനെ താൻ വെച്ച പണി തനിക്കിട്ട് തന്നെ കിട്ടുവാണോ എന്നുള്ള രീതിയിൽ അവിടെ ചെവിയും പൊത്തിയിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹറുറ്റോ അവിടെ ഉണ്ടായിരുന്നു. പ്രേതം ചെയ്യാത്ത കാര്യങ്ങള് പ്രേതം ചെയ്ത പോലെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കാനായി നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഹറുറ്റോ അത്ര പൊട്ടനൊന്നും അല്ലല്ലോ. അവൻ ചെങ്കുനിട്ട് ഒരു പണി കൊടുക്കുന്നു. ക്ലാസ് റൂമാണ്. അവിടെ യോഷി അവന്റെ കയ്യിലുള്ള ചില ഫോർച്യൂൺ കാർഡ്സ് അല്ലെങ്കിൽ ജ്യോതിഷപരമായ കാർഡ്സ് എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരു കാർഡ്സും കൊണ്ട് ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രെഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടീം അങ്ങോട്ടേക്ക് ഹറുറ്റോ എത്തുമ്പോൾ അത് കാണുന്ന ജുൻക്യു, എടാ വാടാ ഹറുറ്റോ, യോഷിദേ കാർഡും കൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ടീം ജിയോങ് ഒരു കാർഡ് പിക്ക് ചെയ്യുന്നു. ആ കാർഡ് നോക്കി യോഷി, നിന്റെ ടൈം തീരെ ശരിയല്ല എന്ന് അവനോട് പറയുമ്പോൾ ഇവന്റെ മുഖം ആകെ വാടുന്നു. ഇവൻ അവിടെ നിന്ന് മാറുകയാണ്. ഇതേ ടീം കഴിഞ്ഞ ദിവസം പ്രേതം കണക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഒടുക്കം പണി കിട്ടിയ ക്ഷീണത്തില് ആകെ ടയേർഡായി ജെങ്കുൻ ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം പോലെ ഇരിക്കുകയാണ്. അത് കാണുന്ന ജിൻക്യു, ഇവരെന്താ പകലിരുന്ന് ഉറങ്ങുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ജെങ്കുൻ അത് കേൾക്കുന്നുണ്ട്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ടെന്ന് അവൻ ദേഷ്യപ്പെടുന്നു. ആ സമയത്താണ് ഹറുറ്റോ യോഷിയുടെ അടുത്ത് നിന്ന് കാർഡ് സെലക്ട് ചെയ്യുന്നത്. അവൻ സെലക്ട് ചെയ്യുന്ന കാർഡുകൾ ഓരോന്നോരോന്നായി മാറ്റുന്ന യോഷി അവസാനത്തെ കാർഡ് എടുക്കുമ്പോൾ ആകെ ഷോക്ക് ആവുകയാണ്. യോഷിയുടെ മുഖഭാവം കണ്ട് ഹറുറ്റോയും അത് നോക്കി നിന്ന് ജിൻക്യുവും ഒക്കെ എന്താ പറ്റിയെന്ന മട്ടിൽ നോക്കുന്നു. ഹറുറ്റോയ്ക്ക് ഇനി ഞാൻ പ്രേതമാണെന്ന് ഇവന് മനസ്സിലായോ എന്ന പേടി ഉണ്ടാവുന്നുണ്ട്. എന്താ പറ്റിയ കാര്യം പറയുന്നെല്ലാം അവൻ പറയുന്നുണ്ടെങ്കിലും യോഷി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ആ സമയത്ത് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെല്ലടിക്കുന്നു. ഉടനെ ഹറുറ്റോ പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സീറ്റിൽ പോയിരിക്കുന്നു. ഈ ടീം യോഷിയുടെ ഉള്ളിൽ ആകെ കൺഫ്യൂഷൻ. കാരണം ഹറുറ്റോ എടുത്ത കാർഡ് അത് മനുഷ്യരെ സിംബലൈസ് ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഹറുറ്റോ ആണോ ഇനി പ്രേതമെന്ന് യോഷിക്ക് സംശയം തോന്നുന്നു. എന്തായാലും ആ ടീമാണ് ക്ലാസ്സിലേക്ക് ഡൂയങ് വരുന്നത്. ഡൂയങ് വന്നപാടെ ഇവരുടെ സ്കൂളിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇത്തവണ ഇവരുടെ ക്ലാസ് ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ജുൻക്യു, ഇതെന്താ വല്ല കോയിൻസിഡൻസും ആണോ? പൊതുവെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോഴാ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും കൂടി നമ്മളോട് പറഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ഡെക്കറേറ്റ് ചെയ്യുന്നത്? റിയൽ ആയിട്ട് തന്നെ അങ്ങനെയല്ല നടക്കുന്നത്. പേടിച്ച മനുഷ്യൻ പണ്ടാരടങ്ങുന്നെല്ലാം ഏടം പറയുന്നു. നമ്മൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, എല്ലാവരും എന്ത് കോസ്റ്റ്യൂംസ് ഇടും എന്നതെല്ലാം ഡൂയങ് ചോദിക്കുമ്പോൾ അത് നീ ആ പ്രേതത്തിനോട് തന്നെ ചോദിക്കുക. ഈ ക്ലാസ് ഇപ്പൊ ആ പ്രേതത്തിന്റെ വീടല്ലേ, അതെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് ജെങ്കുൻ പറയുന്നു. ഈ ടീമാണ് ഏടം ഒരു ഐഡിയ പറയുന്നത്. നമുക്ക് ഹോണ്ടഡ് ഹൗസ് അല്ലേ തീം, അതുകൊണ്ട് നമുക്ക് അതുപോലെ ഒരു ഹോണ്ടഡ് ഗെയിം വെക്കാം. വിസിറ്റേഴ്സ് ഓരോ ലെവലിൽ കടന്നു വരുമ്പോൾ ഓരോ ലെവലിൽ നമുക്ക് ഗോസ്റ്റ് പരമായ ഓരോ കാര്യങ്ങൾ കൊണ്ട് വിസിറ്റേഴ്സിനെ പേടിപ്പിക്കാമെന്നെല്ലാം ഏടം പറയുമ്പോൾ ആ ഐഡിയ ഇവർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇവർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങൾ. അതിന്റെ ഇടയിലാണെങ്കിൽ പിണക്കമായിരുന്ന പല ആളുകൾ പോലും പിണക്കമൊക്കെ മറന്ന് കൂട്ടാവുന്നുണ്ട്. എന്തായാലും ആ സമയത്താണ് ഡൂയങ്ങിന് അച്ഛന്റെ ഫോൺ കോൾ വരുന്നത്. വിദേശത്തേക്ക് പോയി പഠിക്കാനായിട്ട് സാറിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അപ്പൊ അത് മേടിച്ചെടുക്കാനായി അച്ഛൻ അവനെ ഫോഴ്സ് ചെയ്യുമ്പോൾ സാറ് സിക്ക് ലീവ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം എനിക്കത് തരൂ അച്ഛാ, അച്ഛൻ പേടിക്കേണ്ടെന്നെല്ലാം ഇവൻ അച്ഛന് മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന്റെ ദിവസം വന്നെത്തുന്നു. ഹോണ്ടഡ് ഹൗസിന്റെ എൻട്രൻസിന്റെ അവിടെ വിസിറ്റേഴ്സിനെ കാത്തിരിക്കുന്നത് ഡൂയങ് ആണ്. 2 പേര് അവിടേക്ക് എത്തുമ്പോൾ ഡൂയങ് അവർക്കൊരു കാർഡ് കൊടുത്തിട്ട് നിങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ പല ലെവൽസ് ഉണ്ട്. ആ ലെവൽസ് എല്ലാം കടന്ന് അവസാനം നിങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡിന്റെ അവിടെ നിങ്ങളുടെ പേരെഴുതി ഫോണിൽ അവിടെ വെച്ചൊരു സെൽഫി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾ വിജയിച്ചു എന്നെല്ലാം ഡൂയങ് ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുക്കുന്നു. അവരും ഓക്കെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അകത്ത് മാരക സെറ്റപ്പ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് കമന്റ് അടിച്ചവർ അകത്തേക്ക് ചെല്ലുന്നു. ഫസ്റ്റ് ലെവലിലെ പ്രേതത്തെ കണ്ട് ഇവർക്ക് ഒരു പേടിയാവുന്നില്ല. അയ്യേ ഇവനോ, ഒന്ന് പോളെ ഇറക്കാന്നും പറഞ്ഞ് ഇവർ അടുത്ത ലെവലിലേക്ക് ചെല്ലുന്നു. അവിടെ ഇവരെത്തുമ്പോൾ പ്രേതത്തെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ക്ലൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇവരുടെ പുറകിലൂടെ ഒരാൾ വരുന്നു. കൈ തോളിൽ വരുമ്പോഴാണ് ഇവരത് കാണുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഇവർ പേടിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അയ്യേ നീയായിരുന്നോ, വേമ്പോ ഞങ്ങൾ അടുത്ത ലെവലിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നിൽക്കുന്നു. ഇവിടുത്തെ പ്രേതങ്ങളെ ഒന്നും കണ്ടിട്ട് ഇവർക്ക് യാതൊരു പേടിയാകുന്നില്ല. അങ്ങനെ ആ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് അവർ പോകുന്നു. ഈ ടീം ഹറുറ്റോ ഉള്ള സ്ഥലത്തൂടെ ഇവർ പോകുന്നുണ്ടെങ്കിലും ഇവർ ഹറുറ്റോയെ കാണുന്നില്ല. കാരണം ഹറുറ്റോയുടെ ക്ലാസ്സിലുള്ളവർക്കും അവന്റെ ക്ലാസ് ടീച്ചറിന് മാത്രമേ അവനെ കാണാൻ സാധിക്കൂ. പിന്നെ ആ ഒരു
സെക്യൂരിറ്റി ഗാർഡിനും. എന്തായാലും ഇവരങ്ങനെ ഓരോ ലെവൽ കടന്നു പോകുന്നു. ആ ലെവലുകളിലെല്ലാം പ്രേതമായി ഇരിക്കുന്ന ആളുകളെ ഇവർ കളിയാക്കുന്നു. ഒപ്പം തന്നെ പേടിപ്പിക്കാനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാളിപ്പോവാണ്. അങ്ങനെ ഇവന്മാര് ലാസ്റ്റ് ലെവലിലെത്തുമ്പോൾ അവിടെ ഇറ്റിന്റെ വേഷത്തിലും അനബെല്ലയുടെ വേഷത്തിലും ഒക്കെ നമ്മുടെ ഈ ഗായ്സ് ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. പക്ഷെ പേടിപ്പിക്കാൻ വന്നവന്മാരെ ഇവന്മാര് പേടിപ്പിച്ചു വിടുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വെളിയിലേക്ക് ബോർഡിൽ പേരെഴുതി സെൽഫി എടുത്ത് വരുന്ന ഇവര് അവിടെ ഇരിക്കുന്ന ഡൂയോങ്ങിനോട് എന്നെ സെറ്റപ്പാ ചെയ്ത് വെച്ചേക്കുന്നത്, 10 പൈസയ്ക്ക് കൊള്ളത്തില്ല, ഒരു പേടിയാവുന്നില്ല, വെറുതെ കാശ് വേസ്റ്റാ എന്നെല്ലാം പറയുന്നു. ഇത് കേട്ട് അവിടേക്ക് കയറാനായി വന്ന കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. എന്തായാലും ഇനി ആര് വരാനാ, അവന്മാർ ഇത് കൊള്ളൂലെന്ന് എല്ലായിടത്തും പോയി പറഞ്ഞു കാണും. നമ്മുടെ എല്ലാം ചീറ്റി പോയെന്നൊക്കെ അവരിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഹറുട്ടോ കേൾക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. എന്തായാലും അങ്ങനെ വീണ്ടും ഇവര് റെഡിയായി തന്നെ ഇരിക്കുകയാണ്. ആരും വരില്ലെന്ന് ഇവര് പ്രതീക്ഷിച്ചെങ്കിലും രണ്ടുപേര് വീണ്ടും എത്തുന്നു. എന്തായാലും അവര് നന്നായി തന്നെ ഹറുട്ടോയ്ക്ക് പേടിപ്പിക്കാൻ സാധിക്കുന്നു. അവർ നടന്നു പോകുമ്പോൾ ഇവൻ അങ്ങിങ്ങോടി ഇവർക്കൊരു ഭീകരാന്തരീക്ഷം നൽകുകയാണ്. ഇവരെന്നിട്ട് മുകളിൽ ചെല്ലുമ്പോൾ അവിടെ 4th ഫ്ലോർ എന്ന് കാണിക്കുന്നു. ഇവർക്ക് 3rd ഫ്ലോറിൽ പോകേണ്ടതുകൊണ്ട് താഴോട്ട് വരുമ്പോൾ അവിടെയും 4th ഫ്ലോർ. ഇത്ര കയറി ഇറങ്ങിയിട്ടും ഇവർ നിന്നെടുത്ത് തന്നെ നിൽക്കുന്ന അല്ലാതെ എങ്ങോട്ടും പോകുന്ന പോലെ ഫീൽ ആവുന്നില്ല. മൊത്തത്തിൽ വിയേർഡായി ഇവർക്ക് തോന്നുന്നു. ഇതേ സമയം അവിടെയുള്ള പിയാനോ ഒരു അദൃശ്യ രൂപം വായിക്കുന്നു. ഗ്ലാസ്സിലൊക്കെ രക്തക്കറയോടുകൂടി കൈപ്പാട് വരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ അമാനുഷികമായി സംഭവിക്കുമ്പോൾ അവിടേക്ക് പങ്കെടുക്കാനായി എത്തിയ ഇവർക്ക് പുറമെ ഇവിടെ തന്നെയുള്ള നമ്മുടെ ഗായ്സും പേടിക്കുന്നുണ്ട്. കാരണം അവര് സെറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രേതം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവര് തലങ്ങും വിലങ്ങും ഓടുകയാണ്. അങ്ങനെ ഒടുക്കം അവർ വെളിയിലേക്ക് എത്തുന്നു. ഇത്രയും നേരം പുറത്തിരിക്കുകയായിരുന്ന ഡൂയിങ് ഇതൊന്നും അറിഞ്ഞില്ല. എന്ത് പറ്റിയിടാന്ന് അവൻ ചോദിക്കുമ്പോൾ അകത്ത് പ്രേതം ഉണ്ടെന്ന് ഇവന്മാര് പറയാണ്. ഇതേ സമയം ഏറ്റവും പേടിത്തൊണ്ടനായ ജിയോങ് വു അകത്ത് പെട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ച് തറയിലേക്ക് വീഴുന്നു. സൈഡിലേക്ക് നോക്കുന്ന അവൻ അവിടെ അദൃശ്യ രൂപത്തിൽ നിന്ന് വിസിബിളായി മാറുന്ന ഹറുട്ടോയെ കാണുന്നു. ഇവനെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഹറുട്ടോ വരുമ്പോൾ അവൻ ആകെ പേടിച്ച് അവിടെ ബോധം കെട്ട് വീഴാണ്. എന്തായാലും ഇനി അകത്ത് രണ്ടുപേരുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഡൂയങ് ഇന്ന് തിരിച്ചെത്തിയ ക്ലാസ് ടീച്ചറുമായി അകത്തേക്ക് വരുമ്പോൾ ഹറുട്ടോയെയും അവന്റെ അടുത്ത് ബോധം കെട്ട് കിടക്കുന്ന ജിയോങ് വുവിനെയാണ് കാണുന്നത്. എന്തു പറ്റിയെന്ന് സാറ് ചോദിക്കുമ്പോൾ ഹറുട്ടോ ഇവരെ നോക്കുന്നിടത്ത് അങ്ങനെ പ്രേതത്തെ കണ്ട് മറിഞ്ഞു വീണ് ബോധം പോയ ജിയോങ് വുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റുന്നതാണ്. ആ ഒരു ടൈം ഹറുട്ടോ ആകെ ടെൻഷനായി അവിടെ നിൽക്കുന്നു. അവന് നല്ല സങ്കടമുണ്ട്. കാരണം ഇവരുടെ ഒരു ഹോണ്ടഡ് ഗോസ്റ്റ് ഹൗസിൽ എത്തുന്ന വിസിറ്റേഴ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഹൊറർ എഫക്ട് കിട്ടാത്തത് കൊണ്ട് പ്രേതമായ ഹറുട്ടോ തന്നെ ഒരുമ്പിട്ട് ഇറങ്ങിയതാണല്ലേ. അവൻ സഹായിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് അവന്റെ തന്നെ ഒരു സുഹൃത്തിന് പണിയായി പോയി. ഒപ്പം തന്നെ ജിയോങ് വു ആണെങ്കിൽ ഹറുട്ടോ ഇൻവിസിബിൾ ആയതിൽ നിന്ന് വിസിബിൾ ആയി മാറുന്നതും കണ്ടിരുന്നു. അടുത്ത സെക്കൻഡ് ദൂരെ നിന്ന് ഹറുട്ടോ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതും കണ്ട് ആ ഷോക്കിലും കൂടി പേടിച്ചാണ് ജിയോങ് വുവിന്റെ ബോധം പോയത്. അപ്പോൾ മൊത്തത്തില് താൻ പ്രേതമാണെന്ന് അവന് മനസ്സിലായോ, ഇനി അവന് എന്തെങ്കിലും സംഭവിക്കുമോ, മുന്നോട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന ടെൻഷനാണ് ഹറുട്ടോയ്ക്ക്. ഹറുട്ടോ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ജുൻക്യു ഹറുട്ടോയുടെ അടുത്തെത്തി. നീയും ജിയോങ് വു അല്ലായിരുന്നോ അകത്തുണ്ടായിരുന്നത്, അവന് പ്രശ്നമായി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹറുട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ടീം സാറെത്തി കുട്ടികളോട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാന്നുള്ള നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഒത്തിരി പേരില്ല, കുറച്ച് പേര്. ആ ടീം ജിയോങ് വു ഇപ്പോൾ ഹോസ്പിറ്റലിലാകാൻ കാരണം പ്രേതമാണെന്ന കാര്യം കൊണ്ട് പ്രേതത്തോട് എല്ലാവരും കലി പൂണ്ടിരിക്കുകയാണ്. ഏടമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനായി നിന്ന് നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന ആ പ്രേതത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനി അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് വളരെ വയലന്റ് ആയി പ്രേതത്തെ പറ്റി സംസാരിക്കുന്നു. ആരെ ഈ കൂട്ടത്തിലെ പ്രേതം, നീയാണോ 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 എന്നെല്ലാം അവൻ ഇങ്ങനെ ഷൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ജംഗ്വൻ, ഞാനൊരു യൂട്യൂബർ ആണ്, ഞാനൊരു പ്രേതാണെങ്കിൽ എനിക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കില്ലല്ലോ, എന്നെ ആരും വീഡിയോയിൽ കാണില്ലല്ലോ, എന്നെ എല്ലാവർക്കും വീഡിയോയിൽ കാണാം, അതുകൊണ്ട് ഞാൻ പ്രേതമല്ല എന്ന് പറയുന്നു. ഈ ടീം ഹ്യുൻസിക്, എന്റെ കയ്യിൽ ഉപ്പുണ്ട്, ഒരു പ്രേതവും ഉപ്പും കൊണ്ട് നടക്കില്ലോ, കാരണം പ്രേതങ്ങൾക്ക് ഉപ്പ് പേടിയാണ്, അതുകൊണ്ട് ഞാൻ പ്രേതമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ റീസൺസ് പറയാണ് അവർ പ്രേതമല്ല എന്ന് പ്രൂവ് ചെയ്യാനായി. ഈ ടീം ജിൻക്യു, എനിക്ക് ലവർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രേതമല്ല എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഏടം, ഇവന് ലവർ ഉണ്ടെന്ന് ഇവൻ നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഇവന്റെ ലവർ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ കാണിക്കോ പേര് പറയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് ഇവന്റെ അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ മനുഷ്യനാണെന്ന് പ്രിറ്റൻഡ് ചെയ്യാനായി കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഈ ടീം മറ്റൊരാൾ ഒരു ഡൗട്ട് പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് യോഷി കാർഡ്സ് നോക്കിയിട്ട് ജിയോങ് വുവിനോട് നിന്റെ സമയം തീരെ ശരിയല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ ജിയോങ് വു ആണ് ഇപ്പോൾ പരിക്കേറ്റ് ഹോസ്പിറ്റലിലായിരിക്കുന്നത്. യോഷി അത്ര കറക്റ്റായി പറഞ്ഞെങ്കിൽ ഇവനായിരിക്കും പ്രേതമെന്ന്. അത് കേൾക്കുന്ന യോഷി തനിക്കെതിരെ വന്ന ആരോപണത്തെ ഖണ്ഡിക്കുകയാണ്. ഒരിക്കലും ഞാനല്ല പ്രേതം, ഞാനാ പറഞ്ഞത് ആ കാർഡ്സിന്റെ ശക്തിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, അല്ലാതെ ഞാനല്ല പ്രേതമെന്നും പറഞ്ഞ് അവൻ ഹറുട്ടോ ആണ് പ്രേതമെന്ന രീതിയിൽ ഹറുട്ടോയെ നോക്കി ചിരിക്കുന്നു. ഹറുട്ടോ ഒരുമാതിരി വല്ലാതെ ഇരിക്കുകയാണ്. കാരണം കാർഡ്സ് അന്ന് എടുത്തതോടുകൂടി തന്റെ ഐഡന്റിറ്റി യോഷിക്ക് മനസ്സിലായെന്ന് ഹറുട്ടോയ്ക്ക് മനസ്സിലായി. പക്ഷെ ഹറുട്ടോ നിശബ്ദനായി തന്നെ ഇരിക്കുന്നു. ഹറുട്ടോ റെഡ് ബീൻസ് കഴിക്കുന്നത് കൊണ്ടും സെക്യൂരിറ്റി ഗാർഡ് ഹറുട്ടോയെ കണ്ടതുകൊണ്ടും ആരും ഹറുട്ടോയെ സംശയിക്കുന്നേയില്ല. പക്ഷെ ഹറുട്ടോ പ്രേതമാണെന്ന് കൺഫേം ആയി അറിയാവുന്ന 2 പേരാണ്. ഒന്ന് പഠിപ്പിയായ ജേഹ്യുക്കും രണ്ടാമത്തേത് യോഷിയും. ജേഹ്യുക്ക് ഇവിടെ ഇല്ല. യോഷി ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയി ഹറുട്ടോയെ തന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ ഫോണിൽ
ഒരു മ്യൂസിക് വെക്കുന്നു, വളരെ ക്രീപ്പി ആയ ഒരു മ്യൂസിക്. ഈ പാട്ട് നമ്മുടെ നാട്ടിലെ പ്രേതോട്ടക്കാരായ ഷാമൻസ് പ്രേതങ്ങളെ ഒഴിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ പ്രേതം ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ റിവീൽ ആകുമെന്ന് പറഞ്ഞ് അവൻ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആരാണ് തങ്ങളുടെ കൂട്ടത്തിലെ ആ പ്രേതമെന്ന്. ഈ ടീം പതിയെ പതിയെ ആ മ്യൂസിക് കേൾക്കുന്ന ഹർട്ടോയ്ക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് വരുന്നു. അവന്റെ ദേഹമൊക്കെ വേദന എടുത്ത് പാടുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജേഹ്യുക്ക് വരുന്നത്. ജേഹ്യുക്ക് മാറി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഹർട്ടോ ആണ് പ്രേതമെന്നത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാവും, കാരണം ഹർട്ടോ അത്രയേറെ ഈ മ്യൂസിക് കാരണം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ജേഹ്യുക്ക് വേഗം തന്നെ വന്ന് ആ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ടൈം യോഷി, നീ എന്തിനാ അത് സ്റ്റോപ്പ് ചെയ്തതെന്ന് ദേഷ്യപ്പെടുമ്പോ, നിനക്ക് മനസാക്ഷിയില്ലേ, എന്തിനാ നീ ആ പ്രേതത്തെ വെറുതെ ദ്രോഹിക്കുന്നതെന്ന് ജേഹ്യുക്ക് തിരിച്ചു ചോദിക്കുന്നു. ആ ചോദ്യം മറ്റുള്ളവരെ ചോദിപ്പിക്കുന്നു. ഏഡം ചാടി എഴുന്നേറ്റ്, പ്രേതത്തെ നമ്മൾ ദ്രോഹിക്കുന്നത് എന്തിനാണെന്നോ, പ്രേതം നമ്മളെ ദ്രോഹിക്കുന്നത് എന്താ, നിനക്ക് കണ്ണി കാണാൻ സാധിക്കുന്നില്ലെന്ന് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ കൂട്ടത്തിലെ കുറെ പേര് ജേഹ്യുക്കിനോട് ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ദേഷ്യം വരുന്ന ജേഹ്യുക്ക് ഡൂയങ്ങിനോട്, നീ ക്ലാസ് ലീഡർ അല്ലേ, ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാരും തമ്മിൽ തല്ലുന്നത് കണ്ടിട്ട് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡൂയങ് തിരിച്ച് ദേഷ്യപ്പെടാണ്. നീ പഠിപ്പിയല്ലേ, നിനക്ക് പഠിത്തം മാത്രം മതിയല്ലോ, ക്ലാസ്സിലെ കാര്യങ്ങളൊന്നും പൊതുവെ നീ ഇടപെടാറില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ പുതിയൊരു മാറ്റമെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ അവിടെ മൊത്തത്തിൽ കൂട്ടയടിയാകുന്നുള്ള രീതി ആകുമ്പോൾ ഹർട്ടോ എഴുന്നേറ്റ് നിന്ന്, നിങ്ങളൊന്ന് നിർത്തിയേ, എന്തിനിങ്ങനെ ചുമ്മാ വഴക്കിടുന്നത്, എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ നടന്നു പോകുന്നു. ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹർട്ടോ തനിയെ മാറി നിന്ന് അവന്റെ കൈയും കഴുത്തും ഒക്കെ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു മ്യൂസിക്കിന്റെ എഫക്റ്റില് അവന്റെ ദേഹത്ത് ആ സകല മുറിവുകൾ ഉണ്ടായിരുന്നു. ഓൾറെഡി ബെഡിന്റെ അവിടെ വെച്ചിരുന്ന ആ ഒരു സ്പെൽ കാർഡ് കൊണ്ട് ഇവന്റെ പുറമെല്ലാം കത്തിക്കരിഞ്ഞു പോയല്ലേ, ഇപ്പതേ ഇങ്ങനെയുമായി പാവം. ഇതേ ടീം ജുൻക്യു ആകെ സാഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇവൻ ലവർ ഉണ്ടെന്ന് വെറുതെ കള്ളം പറയുന്നതാ, ഇവന് ലവർ ഒന്നുമില്ല, ഇവൻ ഒരു പ്രേതമാണെന്ന രീതിയിൽ ഇവനെ ആളുകൾ സംശയിച്ചതുകൊണ്ടാണ് ഇവൻ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഈ ടീം ഒരു ഫ്രണ്ട് അവന്റെ അടുത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കുന്നു. നിനക്ക് ലവർ ഉണ്ട്, നീ എന്നെ ലവറിനെ കാണിച്ചെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, അതുകൊണ്ട് ഇനി ആരും നിന്നെ സംശയിക്കില്ല എന്ന് ആ ഫ്രണ്ട് പറയുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നീ കള്ളം പറയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത്, സാരില്ല, നീ ഇനി ആയാലും എന്നെ നിന്റെ ലവറിനെ കാണിച്ചാൽ മതിയെന്ന് ഫ്രണ്ട് പറയുമ്പോൾ ജോൻക്യും കാണിക്കാന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതേ ടീം ഹോസ്പിറ്റലിലുള്ള ജിയോങ് വുവിന് ബോധം വരുന്നു. ബോധം വരുമ്പോഴും അവന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഹർട്ടോ ആണ്. ഹർട്ടോ ഇൻവിസിബിളിൽ നിന്ന് വിസിബിൾ ആയി മാറുന്നത് കണ്ടതും പടിക്കെട്ടിൽ നിന്ന് ഹർട്ടോ പെട്ടെന്ന് തന്റെ അടുത്ത് വന്ന് നിന്നതും ഒക്കെ അവനിങ്ങനെ മനസ്സിൽ റീവൈൻഡ് ചെയ്ത് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന ജയ്ഹുക്ക് കസാരയില് റെഡിയായിരിക്കുന്ന ഹർട്ടോയെ കാണുന്നു. നീ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഹർട്ടോ ഉറങ്ങിയില്ല, ഞാൻ ക്ലാസ്സിൽ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. ബെഡിൽ ആ ഒരു സ്പെൽ കാർഡ് ഉള്ളതുകൊണ്ടാണ് ഹർട്ടോ കിടക്കാത്തതെന്ന കാര്യം മനസ്സിലാക്കുന്ന ജയ്ഹുക്ക് ആ ഒരു കാർഡ് എടുത്ത് ചുരുട്ടി കൂട്ടി കളയുന്നു. ഹർട്ടോ പ്രേതമാണെന്ന കാര്യം ജയ്ഹുക്കിന് അറിയാമെങ്കിലും അവൻ ആ കാര്യം നേരിട്ട് ഹർട്ടോയോട് സംസാരിച്ചിട്ടില്ല. അല്ലാതെ അവൻ ഹർട്ടോയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. മുന്നേ ആ ഒരു മ്യൂസിക് സ്റ്റോപ്പ് ചെയ്ത് സഹായിച്ചു, ക്ലാസ്സിൽ വെക്കാനായി തന്ന സ്പെൽ കാർഡ് വെക്കാതെ സഹായിച്ചു, ഇപ്പോഴേ ഹർട്ടോ ബെഡിൽ കിടക്കാനായി ബെഡിൽ നിന്ന് സ്പെൽ കാർഡ് എടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹർട്ടോയാണ്. ഹർട്ടോ റെഡിയായി പോയത് സ്കൂളിലേക്കല്ല, അവൻ പോയിരിക്കുന്നത് ജിയോങ് വു അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ അവിടേക്കാണ്. അവൻ ആ റൂമിന്റെ അവിടേക്ക് ചെല്ലുന്നു. ഈ ടീം അകത്ത് ജിയോങ് വുവിന് അമ്മ കഞ്ഞി വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹർട്ടോ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോ അവന് അമ്മയ്ക്ക് കാണുന്നില്ല, പക്ഷെ ജിയോങ് വുവിന് കാണാം. അമ്മയുടെ കണ്ണിൽ ഡോറ് തനിയെ തുറന്നതുപോലെ ഉള്ളൂ. ഈ ടീം ഹർട്ടോയെ കണ്ട് ജിയോങ് വു നോക്കുമ്പോ, നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്, അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് അമ്മ പറയുന്നു. ഈ ടീം ഹർട്ടോ ആണ് പ്രേതമെന്ന് ജിയോങ് വുവിന് കൺഫേം ആകുന്നു. അവന് പെട്ടെന്ന് ദേഹം എല്ലാം വിറയ്ക്കുന്ന പോലെയും വേർക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അവൻ വളരെ പാനിക് ആകുന്നത് കാണുന്ന അമ്മ കാര്യം മനസ്സിലാവാതെ ഡോക്ടറിനെ വിളിക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഈ ടീം ഹർട്ടോ അവന്റെ അടുത്തേക്ക് എത്തുന്നു. ഞാൻ നിന്നെ വേണമെന്ന് കരുതി മുറിവേൽപ്പിച്ചതല്ല, ഞാൻ നമ്മുടെ ക്ലാസ്സിനെ സഹായിക്കാൻ അവിടെ ഒരു ഹൊറർ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല, സോറി എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പാനിക് ആകുന്ന ജിയോങ് വു കണ്ണൊക്കെ അടച്ച് കാതൊക്കെ പൊത്തി ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടേക്ക് അമ്മ ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയാണ്. ഇവന് വീണ്ടും BP കൂടി ബോധം മറയുന്നു. ഇതും കൂടി കാണുമ്പോൾ ഹർട്ടോ വീണ്ടും വളരെ സാഡ് ആവുകയാണ്. കാരണം അവൻ ആരെയും വേണമെന്ന് വെച്ച് ദ്രോഹിക്കാനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവൻ അങ്ങനെ തനിയെ ഒരു സ്ഥലത്തിരിക്കുന്നു. ആ ടീം അവിടെ കുറച്ച് ഐസ്ക്രീമോ മറ്റോ വീണ് കിടക്കുന്നത് കുറച്ച് ഉറുമ്പ് കഴിക്കുന്നു. അപ്പുറത്ത് മാറി ഒരു കപ്പിനകത്ത് ഒരു ഉറുമ്പും പെട്ടിരിക്കുന്നു. ഇത് കാണുന്ന അവൻ ആ കപ്പിലെ ഉറുമ്പിനെ തുറന്നു വിട്ടിട്ട്, നിനക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണേ പൊക്കോ എന്ന് പറയുമ്പോൾ ആ ഉറുമ്പ് മറ്റുറുമ്പുകളുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഇവരുടെ ക്ലാസ് കാണുമ്പോൾ ഇവരുടെ ക്ലാസ് ടീച്ചർ അല്ലാത്ത വേറെ ഒരു സാറുണ്ടല്ലോ, ആ സാറാണ് ഇപ്പൊ ക്ലാസ്സിൽ നിൽക്കുന്നത്. സാറിന് ക്ലാസ്സിൽ ജിയോങ് വു ഇല്ലാത്തത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഹർട്ടോയും ക്ലാസ്സിൽ എത്തിയിട്ടില്ല, പക്ഷെ ആ കാര്യം സാറിന് മനസ്സിലാവുന്നില്ല, കാരണം സാർ ഇന്ന് വരെ ഹർട്ടോയെ അവിടെ കണ്ടിട്ടില്ല. ഈ ടീം ഹർട്ടോ ലേറ്റ് ആയിട്ട് ക്ലാസ്സിന് അവിടേക്ക് എത്തുമ്പോൾ ജുൻക്യു വടാ പതിവാ, സാറ് കാണണ്ട, അറ്റൻഡൻസ് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹർട്ടോ വളരെ പേടിച്ച് പമ്മി സീറ്റിൽ വന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡൂയങ്ങിനെ
ക്ലാസ് ടീച്ചർ വിളിച്ച് നിങ്ങൾ ചുമ്മാ ക്ലാസ്സിലെ പ്രേതമുണ്ടെന്നും പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ വാണിംഗ് നൽകുകയാണ്. അത് ഡൂയിങ്ങിന് വളരെ ഹേർട്ട് ആവുന്നു. അങ്ങനെ പിന്നീട് വൈകിട്ട് ജേഹ്യുക്ക് ഇതുവരെ ഹറുട്ടോ റൂമിലെത്തിയില്ലല്ലോ, അവന് നല്ല സങ്കടം കാണും, ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി വെളിയിലേക്ക് പോകുന്നു. ആ ടീം ഡൂയിങ് അവന്റെ അച്ഛനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തനിയെ ജേഹ്യുക്ക് നടന്നു പോകുന്നത് കാണുന്ന ഡൂയിങ് ഇവനിത് എവിടേക്കാ പോകുന്നതെന്ന് അറിയാനായി അവനെ പിന്തുടരുന്നു. ഇവന്റെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ജേഹ്യുക്കാണല്ലോ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രേതത്തെ പിടിക്കാനുള്ള മ്യൂസിക് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ എന്തോ നിഗൂഢത തോന്നിയാണ് പിന്തുടർന്നു പോകുന്നത്. എന്തായാലും ജേഹ്യുക്ക് വെളിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഹറുട്ടോയെ കണ്ട് അവനോട് സംസാരിക്കുന്നു. നീ എന്താ ഉറങ്ങാൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ലെന്ന് ഹറുട്ടോ പറയാണ്. എനിക്ക് എല്ലാം അറിയാം എന്ന് ജേഹ്യുക്ക് പറയുമ്പോൾ എന്താണെന്ന് ഹറുട്ടോ ചോദിക്കുന്നു. ഈ ടീം അവിടെ ഹറുട്ടോയുടെ നിഴല് വീഴാത്തത് കാണിച്ചിട്ട് ജേഹ്യുക്ക് നീ ഒരു പ്രേതമാണെന്ന് എനിക്കറിയാം, പക്ഷെ അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിന്നെ ഫ്രണ്ടായി തന്നെയാ കാണുന്നത്. നീ എല്ലാവരോടും എല്ലാം തുറന്നു പറയേ, അവർക്ക് നിന്നെ മനസ്സിലാവും. അവർ കണ്ടെത്തുന്നത് മുന്നേ നീ തുറന്നു പറഞ്ഞാൽ ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തതുപോലെ അവരും നിന്നെ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാന്നൊക്കെ അവനിങ്ങനെ പറയുമ്പോൾ അത് ഹറുട്ടോയ്ക്ക് നല്ല ആശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും ഈ സംഭാഷണം മറിഞ്ഞു നിന്ന് ഡൂയങ് കേൾക്കുന്നു. അടുത്ത ദിവസം ഹറുട്ടോ ആണ് ഗോസ്റ്റ് എന്നത് കൺഫേം ചെയ്യാനായി ഹറുട്ടോ നടന്നു പോകുമ്പോൾ അവൻ കേൾക്കാതെ അപ്പുറത്തെ ക്ലാസ്സിലെ 2 പയ്യന്മാരോട് ഹറുട്ടോയെ കാണാമോ എന്ന് ഡൂയങ് ചോദിക്കുമ്പോൾ നീ എന്തോ ഈ പറയുന്നത്, അവിടെ ആരും ഇല്ലല്ലോ എന്ന് ആ പയ്യന്മാര് മറുപടി പറയുന്നതോടുകൂടി ഹറുട്ടോ ആണ് ഗോസ്റ്റ് എന്ന് ഡൂയങ്ങിന് കൺഫേം ആകുന്നു. അങ്ങനെ അവൻ ക്ലാസ്സിലെത്തിയ ശേഷം ഗോസ്റ്റ് ആരാണെന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും വളരെ ആകാംക്ഷയിൽ ഇരിക്കുമ്പോൾ ഇവൻ ഹറുട്ടോയുടെ അടുത്തേക്ക് ചെന്ന് നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയണോന്ന് ചോദിക്കുമ്പോൾ ഹറുട്ടോ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരും ഹറുട്ടോ ഇവൻ എന്തീ പറയുന്നത്, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പിറുപിറുക്കുമ്പോൾ ഹറുട്ടോ ഒന്നും മിണ്ടുന്നില്ല. ഈ ടീം ഡൂയങ് നിങ്ങൾ ഇന്നലെ സംസാരിച്ചത് എല്ലാം ഞാൻ കേട്ടു, നീ ആ ഗോസ്റ്റ് എന്ന് എനിക്ക് കൺഫേം ആയി എന്ന് പറയുമ്പോൾ ഹറുട്ടോ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങുന്നു. ആ ടീം അവിടേക്ക് ആ സെക്യൂരിറ്റി ഗാർഡ് എത്താണ്. അദ്ദേഹം ഹറുട്ടോയെ പിടിച്ചു നിർത്തിയിട്ട് മതി നമുക്കെല്ലാം ഇനി അവസാനിപ്പിക്കാം, മതി മോനെ എന്ന് പറയുമ്പോഴാണ് തങ്ങളെ പോലെ ഹറുട്ടോയെ സെക്യൂരിറ്റി ഗാർഡിന് കാണാമെന്ന് ഇവർക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി ഗാർഡിന്റെ മകനാണ് ഹറുട്ടോ എന്ന കാര്യവും അവനാണ് പ്രേതം എന്ന കാര്യവും ഇപ്പൊ മനസ്സിലായി ഇവരാകെ ഷോക്കായി നിൽക്കാണ്. ഈ ടീം ഹറുട്ടോ പതിയെ അവർക്ക് നേരെ തിരിയുന്നു. ആ സമയത്ത് വളരെ ഭീകരമായ രീതിയിൽ ക്ലാസ്സിലെ ലൈറ്റുകളൊക്കെ മിന്നിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെ പാനിക്കായി നിൽക്കുന്നിടത്ത് അങ്ങനെ ഹറുട്ടോ ആണ് ഗോസ്റ്റ് എന്നത് റിവീൽ ആയിരിക്കുന്നു. എല്ലാവരും അതിന്റെ ഷോക്കിൽ നിൽക്കുകയാണ്. സ്വപ്നത്തിൽ പോലും ഇതിൽ 90% പേരും ഹറുട്ടോ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹറുട്ടോയെ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ലായിരുന്നല്ലോ. നീയാണോ ഗോസ്റ്റ് പറയുന്ന കുട്ടികൾ അവനോട് ചോദിക്കുമ്പോൾ ഹറുട്ടോ പറയട്ടെ എന്ന രീതിയിൽ തിരിഞ്ഞവന്റെ അച്ഛനെ നോക്കുന്നു. ആ ടീം അദ്ദേഹം പറയാനായി പറയുമ്പോൾ അവൻ അവന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങുന്നു. ഞാൻ ഇപ്പോഴല്ല ഇങ്ങനെ ഗോസ്റ്റ് ആയത്, 10 വർഷങ്ങൾക്ക് മുന്നേ ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ സ്കൂളിലെ ഈ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ കുട്ടിക്കാലം മുതലേ എനിക്കൊരു അസുഖമുണ്ട്. അതുമൂലം ക്ലാസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിരുന്നത് ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ സമപ്രായക്കാരായ കുട്ടികളെ പോലെ ഒരു നോർമൽ സ്കൂൾ ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. സ്കൂൾ ജീവിതം ആസ്വദിക്കാൻ സാധിക്കാതെ അതിന്റെ വേദന എന്നും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ വേദനയോടുകൂടിയാണ് ഞാൻ മരിച്ചത്. അതുകൊണ്ട് എന്റെ ആത്മാവ് എല്ലാ സാധാരണ കുട്ടികളെയും പോലെയും ഒരു സ്കൂൾ ജീവിതം ആഗ്രഹിച്ച് ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അത് മനസ്സിലാക്കിയ എന്റെ അച്ഛൻ എന്റെ ചിതാഭസ്മം ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ ലോക്കറിൽ വെച്ച് പൂട്ടി. അങ്ങനെ എന്റെ ആത്മാവ് ഈ ക്ലാസ്സിൽ ചുറ്റിപ്പറ്റി നടന്നു. വർഷങ്ങൾ കടന്നുപോകെ ഓരോ വർഷവും ഓരോ പുതിയ ബാച്ച് ഈ ക്ലാസ്സിൽ എത്തുമായിരുന്നുവെങ്കിലും എന്നെ ആരും തന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ട രീതിയിൽ തന്നെ ഈ ക്ലാസ്സിന്റെ ഒരു മൂലയ്ക്ക് അന്നു വരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ ബാച്ച് ഒരു ദിവസം ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട നിങ്ങൾ എന്നെ ഒരു പുതിയ വിദ്യാർത്ഥിയായി നിങ്ങളിൽ ഒരാളായി കണ്ട് കൂട്ടുകൂടി സംസാരിച്ചു. അതെനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നിങ്ങൾ വരുന്നതിന് മുന്നേ പല ബാച്ചും ഇവിടെ വന്നു പോയെങ്കിലും ആരും എന്നെ മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാനും നിങ്ങളിൽ ഒരാളായി എന്ന് ഞാൻ വിശ്വസിച്ച് നിങ്ങളെ പോലെ ഇവിടെ അങ്ങ് കൂടി ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായി മാറിയതെന്നെല്ലാം ഹറുട്ടോ പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർ എന്ത് പറയണമെന്നറിയാതെ നിൽക്കാണ്. പക്ഷെ ചിലർക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ ഒരു പ്രേതമാണ്, നിന്നെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു. മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ജംഗ്വൻ ചില കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ. ജുൻക്യുന്റെ ടെഡി ബിയർ നശിപ്പിച്ചു, പെൻഡുലം തന്നെ അനക്കി, അങ്ങനെ ചില കാര്യങ്ങൾ അതെല്ലാം ഹറുട്ടോ ചെയ്തതാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് ഇവനോട് ഹാർഷായി ചിലര് പെരുമാറുന്നു. പക്ഷെ ഹറുട്ടോ അത് താനല്ല, ജംഗ്വൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായി ചെയ്ത കാര്യങ്ങളാണെന്ന് തുറന്നു പറയാതെ സൈലന്റ് ആയി അതെല്ലാം ഏറ്റെടുക്കാണ്. എന്തായാലും സത്യം പറഞ്ഞ് ഈ സ്റ്റുഡൻസ് ഇവനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ആ ടീം ഇവനോട് പ്രതികരിക്കുന്നത്. ഇവരിങ്ങനെ എന്തായാലും കൺഫ്യൂസ്ഡ് ആയി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ലാസ് ടീച്ചർ എത്തുന്നു. എന്റെ ഇവിടെ ഒരു ബഹളമെന്ന് സാറ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ എന്നും പറഞ്ഞ കാഷ്വലായി എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കുന്നു. ഈ ടീം ക്ലാസ് റൂമിന് വെളിയിലേക്ക് വരുന്ന സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഹറുട്ടോയുടെ അച്ഛൻ മകനെ ഓർത്ത് വളരെയധികം സങ്കടത്തിലാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്റ്റലാണ്. അവിടെ എല്ലാവരും ഇതേ കാര്യത്തിന്റെ ഷോക്കിൽ തന്നെയായിരുന്നു. അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഈ ടീം ഏഡം അവന്റെ റൂംമേറ്റിനോട് നിനക്ക് എന്താ തോന്നുന്നത്, ഹറുട്ടോയുടെ കാര്യത്തിൽ എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവനെ പറ്റി ഓർത്തിട്ട് പാവമാ തോന്നുന്നതെന്ന് ആ റൂംമേറ്റ് പറയുന്നു. അവര് നമ്മളെ പോലെ ഒരു സാധാരണ പയ്യനല്ലായിരുന്നു, പാവം ഉണ്ടടാന്നല്ല അവൻ പറയുമ്പോൾ നമ്മൾ പല ആളുകളെയും പലപ്പോഴും ഗോസ്റ്റ് എന്ന് സസ്പെക്ട് ചെയ്തപ്പോഴെല്ലാം ഇവൻ മിണ്ടാതിരുന്നില്ലേ, സൈലന്റ് ആയിട്ട് ഇവന്റെ ഐഡന്റിറ്റി മറച്ചു പിടിക്കാൻ നോക്കില്ലേ. ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക്
ഇവനോട് നല്ല കലിപ്പുണ്ടെന്ന് ഏഡം പറയാണ്. ഏഡം റൂമിലുള്ള ആഷിയോട് എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ആഷി ഏതാണ്ട് ഒരു ഭാഷയിൽ എന്തോ അഭിപ്രായം പറയുന്നു. അത് കേൾക്കുന്ന ഏഡമിന് മനസ്സിലാവുന്നില്ല. അർജന്റായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഇവ മര്യാദയ്ക്ക് ഒരു ഉത്തരം തരില്ലല്ലോ എന്ന് ഏഡം പുലമ്പുമ്പോ റൂംമേറ്റ് ആഷിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല, അവൻ ന്യൂട്രൽ ആയ ഒരു നിലപാടില്ല എന്നാ പറഞ്ഞതെന്ന് പറയുന്നു. ഈ ടീം മറ്റൊരു റൂമിലാണ് ജുൻക്യു മറ്റൊരു പയ്യനും ഉള്ളത്. ജുൻക്യു ആണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. കാരണം അവൻ ഹർട്ടോ ആയിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. ക്ലാസ്സിൽ എപ്പോഴും ജുൻക്യു ആണ് ഹർട്ടോയുടെ കൂടെയൊക്കെ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് ഇവൻ തകർന്നിരിക്കുകയാണ്. ഇതേ ടീം മറ്റൊരു റൂമിലെ ഡൂയങ്ങും ജംഗനും ഹ്യുൻസിക്കും ഉണ്ട്. ഹ്യുൻസിക് ഡൂയങ്ങിനോട് എന്താ തീരുമാനം, നീയല്ലേ ലീഡർ, സാറിനോട് പറയണോ വേണ്ടോ എന്ന് നീയല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്ത് തീരുമാനിക്കാൻ, എന്തായാലും അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് ഡൂയങ് പറയുന്നു. ജംഗൻ അതിന് കട്ട സപ്പോർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ജംഗൻ അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. ജംഗൻ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നോട് പിടം കണ്ട, ജസ്റ്റ് ഡ്രാമയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതേ ടീം ഡൂയങ്ങിന്റെ അച്ഛൻ റെക്കമെൻഡേഷൻ ലെറ്റർ സാറിന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് മേടിക്കുന്ന അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ആഷി ക്ലാസിന്റെ അവിടേക്ക് എത്തുമ്പോൾ ക്ലാസ്സിലേക്ക് കയറാതെ വാതിൽക്കൽ ഹർട്ടോ നിൽക്കുന്നത് കാണുന്നു. എന്താണ് ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കയറാനുള്ള ധൈര്യമില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഹർട്ടോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹർട്ടോ ക്ലാസ്സിൽ കയറാതെ നേരെ പോകുന്നത് അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. അച്ഛൻ അവനെ കണ്ടപാട് എന്താ മോനെ ക്ലാസ്സിൽ കയറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അച്ഛനെ ഞാൻ സഹായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി തൂത്തുകൊണ്ടിരുന്ന ചൂൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇവൻ അവിടെ തൂക്കുന്നു. ഇതേ ടീം ഡൂയങ് അച്ഛൻ ആവശ്യപ്പെട്ടത് പ്രകാരം റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങാനായി ക്ലാസ് ടീച്ചറിനെ ചെന്ന് കാണുന്നു. ഇവൻ റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിക്കുമ്പോൾ നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തിക്ക് റെക്കമെൻഡേഷൻ ലെറ്ററിന്റെയും കൂടി കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു സാർ അവനെ കളിയാക്കുന്നു. ഇത് കണ്ടില്ല, ഒരു പ്രോഗ്രാം പോലും മര്യാദയ്ക്ക് നടത്താനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തവനാ നീ. നിന്റെ ടീം മെമ്പർ അല്ലേ പ്രോഗ്രാമിന്റെ ഇടയിൽ വീണ് പരിക്കേറ്റിപ്പോ ഹോസ്പിറ്റലിലുള്ളത്, നല്ലൊരു ലീഡർ അല്ലാതെ നിനക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും തരാൻ പറ്റില്ലെന്ന് സാറ് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ഡൂ എങ്ങനെ ദേഷ്യം വരുന്നു. കാരണം ഹർട്ടോ ആണല്ലോ പ്രേതം കാരണമാണല്ലോ ജിയോങ് വു വീണത്. ആ പേര് പറഞ്ഞാണല്ലോ സാർ ഇപ്പൊ റെക്കമെൻഡേഷൻ ലെറ്റർ തരാത്തത്. അതുകൊണ്ട് ഇതെല്ലാം ഓർത്ത് കലിയിളകുന്ന ഡൂയങ് നേരെ ക്ലാസ്സിലേക്ക് ചെന്ന് ക്ലാസ്സിലെ കുട്ടികളോട് ഇനിയും ഹർട്ടോയെ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ക്ലാസ്സിലെ ചില ആളുകൾക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് നടത്താം. വോട്ട് നടത്തിയിട്ട് കൂടുതൽ പേര് പറയുന്ന തീരുമാനമെടുക്കാം. നിർത്താനാണ് കൂടുതൽ വോട്ട് വരുന്നതെങ്കിൽ അവൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം. പറഞ്ഞു വിടാനാണ് കൂടുതൽ വോട്ട് വരുന്നതെങ്കിൽ പറഞ്ഞു വിടുമെന്ന് ഡൂയങ് പറയുമ്പോൾ ഇതിനെ ജയ്ഹ്യുക്ക് എതിർക്കാണ്. ഹർട്ടോ ഒരു ഉപദ്രവം ഇല്ലാത്ത ഒരു പാവം പയ്യനല്ലേ, അവനെ പറഞ്ഞു വിടരുതെന്ന് ജയ്ഹ്യുക്ക് പറയുമ്പോൾ നിനക്ക് വോട്ടിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ മാറിപ്പോ, എന്തായാലും വോട്ട് നടത്തുമെന്ന് ഡൂയങ് പറയുന്നു. ഈ ടീം ആളുകൾക്കിടയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ, എന്ത് തീരുമാനിക്കും, ഹർട്ടോ ആണോ ജിയോങ് വൂനെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചത്? അതിലൊരു ക്ലാരിറ്റി ഉണ്ടായില്ലല്ലേ. കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ഹർട്ടോയെ സപ്പോർട്ട് ചെയ്യണോ തള്ളിക്കളയണോ എന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ജിയോങ് വൂനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാനായി 2-3 പേര് പോകുന്നു. അങ്ങനെ അവർ ജിയോങ് വു ഉള്ള ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഹർട്ടോയെ പറഞ്ഞു വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായി ഒരു വോട്ടെടുപ്പ് നടത്താൻ പോവുക. നീ പറയുന്ന കാര്യത്തെ ബേസ് ചെയ്തിരിക്കും ഞങ്ങളുടെ വോട്ട്. പറ, ഹർട്ടോ ആണ് ആ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്നെ ഉപദ്രവിച്ചതെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഹർട്ടോ എന്നെ ഒന്നും തന്നെ ചെയ്തില്ല, ഞാൻ തന്നെ വീണ് പരിക്കേറ്റതാ, ഹർട്ടോ എന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന സത്യം ജിയോങ് വു പറയുന്നു. ആക്ച്വലി ഹർട്ടോ ഇവനെ മനഃപൂർവ്വം തള്ളിയിട്ടിട്ടോ ഒന്നും ഇല്ലല്ലോ. ഒപ്പം തന്നെ ഹർട്ടോ ക്ലാസ്സിൽ നിൽക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് അവൻ പറയാണ്. കാരണം ഇവൻ പലപ്പോഴും ഈ ഹോസ്പിറ്റലിലുള്ള സമയത്ത് കാണാൻ വരുന്ന ഹർട്ടോയെ അവോയ്ഡ് ചെയ്തിരുന്നു പേടി കാരണം. പക്ഷെ അപ്പോഴെല്ലാം ഹർട്ടോ ഇവനെ കാണാനെത്തി ഇവനോട് സോറി ചോദിക്കുക തന്നെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ജിയോങ് വു അവന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഹർട്ടോ ഒരു നിരുപദ്രവകാരിയായ ഫ്രണ്ട്ലി ആയ ഒരാളാണെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ഇവന്റെ അഭിപ്രായം ചോദിക്കാനെത്തിയ ഇവർക്കും ഹർട്ടോയെ വിടണ്ട, കൂടെ നിർത്തണമെന്ന് തന്നെയാണ് താല്പര്യം. നമ്മുടെ ജുൻക്യു ആദ്യം ഹർട്ടോ പ്രേതമാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല ഷോക്കായെങ്കിലും അവനും ഹർട്ടോ കൂടെ നിൽക്കണമെന്നതാണ് ആഗ്രഹം. അങ്ങനെ അടുത്ത ദിവസം വോട്ടിംഗ് നടത്താണ്. വോട്ട് എടുത്തു വരുമ്പോൾ 2 സൈഡിലും തുല്യ വോട്ടുകളാണ് വരുന്നത്. അതായത് ഹർട്ടോയെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യിക്കാം എന്നതിനും പറഞ്ഞു വിടാം എന്നതിനും തുല്യ വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ടൈൽ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ക്ലാസ്സിലേക്ക് ജിയോങ് വു ഡിസ്ചാർജ് ആയി വരുന്നത്. അവൻ വന്ന പാടെ ഹർട്ടോ വേണമെന്ന് വോട്ട് ചെയ്യുന്നു. ഇത് കണ്ട് ഏഡം ഷോക്കാവുന്നു. നീ എന്ത് പണി ഈ കാണിക്കുന്നത്? നിന്നെ ഹർട്ടോ തള്ളിയിട്ട് ഉപദ്രവിച്ചതുകൊണ്ടാ ഞങ്ങൾ അവൻ പോണോന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ നീ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് ഏഡം ചോദിക്കുമ്പോൾ എന്നെ ഹർട്ടോ തള്ളിയിട്ട് ഉപദ്രവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ, അവൻ എന്നെ സഹായിക്കുക ചെയ്തത്, അവനല്ല അന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇവൻ പറയുമ്പോഴാണ് എല്ലാവർക്കും ഹർട്ടോയുടെ ഇന്നസെൻസ് മനസ്സിലാവുന്നത്. എന്തായാലും ഹർട്ടോയ്ക്കെതിരെ വോട്ട് ചെയ്തവര് ഇനി മാറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഹർട്ടോ നിൽക്കണമെന്ന വോട്ടാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആഷി ഡോറ് തുറന്ന് വെളിയിൽ നിൽക്കുന്ന ഹർട്ടോയെ അകത്തേക്ക് വിളിക്കുന്നു. ഹർട്ടോ പേടിച്ച് വെളിയിൽ നിൽക്കായിരുന്നു. പക്ഷെ അവനിപ്പോ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് വരുന്നു. പക്ഷെ അത് ഡൂയങ്ങിന് തീരെ സൂഹിക്കുന്നില്ല. കാരണം ഹർട്ടോ കാരണമാണ് തനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടാത്തത് എന്നാണ് ഡൂയങ് കരുതുന്നത്. എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ക്ലാസ് ടീച്ചർ 21 ആൻസർ ഷീറ്റ്സിൽ 20 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതിപ്പം അദ്ദേഹം അവധി കഴിഞ്ഞ് വന്ന് വീണ്ടും നോക്കുകയാണ്. ആ ടീം അന്ന് ആൻസേഴ്സ് കളക്ട് ചെയ്ത മിസ്സിനോട് മിസ് അന്നത്തെ ആ ഷീറ്റ് കിട്ടിയില്ലല്ലോ, 20 കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും. 20 സ്റ്റുഡൻസേ ഉള്ളായിരുന്നല്ലോ സാറേന്ന് മിസ് പറയുന്നു. അല്ല, ഹർട്ടോ എന്നുള്ള പയ്യന്റെ ആൻസർ ഷീറ്റ് കിട്ടിയില്ല എന്ന് സാറ് പറയുമ്പോൾ ഹർട്ടോ അങ്ങനെ ഒരു പയ്യൻ ആ ക്ലാസ്സിലുണ്ടോ, എനിക്കറിയില്ലല്ലോ എന്ന് മിസ് പറയുന്നു. അത് കേൾക്കുന്ന ഈ സാർ ആകെ ഷോക്കാവുന്നു. ആ സമയത്താണ് സാറ് പല കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യുന്നത്. അതായത് ഈ ക്ലാസിന്റെ അധ്യയന വർഷത്തെ ആദ്യത്തെ ദിവസം അറ്റൻഡൻസ് എടുക്കാൻ ഈ സാർ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ പേര്
പേരെഴുതിയ അറ്റൻഡൻസ് ബുക്ക് തന്നതിൽ 20 പേരുടെ പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തു വന്നപ്പോൾ 21ാമത്തെ പയ്യനായി ഹറിറ്റോ ഉണ്ടായിരുന്നു. അപ്പൊ സാറാണ് ആ ബുക്കിലേക്ക് ഹറിറ്റോയുടെ പേരെഴുതി ചേർത്തത്. പക്ഷെ ഇപ്പോഴും ഓഫീസിലെ രജിസ്റ്ററിൽ 20 പിള്ളേരല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കൂട്ടി വായിക്കുന്ന സാറിന് എന്തോ പന്തികേട് തോന്നുന്നു. സാർ ഇങ്ങനെ ഹറിറ്റോയെ പറ്റി വിയേർഡായി സ്വയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന മറ്റേ സാറ് ഹറിറ്റോ എന്നുള്ള പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എന്റെ അറിവിലോ ആ ക്ലാസ്സിൽ അങ്ങനെ ഒരു പയ്യനില്ലല്ലോ എന്ന് ചിന്തിച്ചിങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് സാറേ നമ്മൾ ഒന്നിച്ച് 10 വർഷം മുന്നേ പഠിച്ച ക്ലാസ്സിൽ ഹറിറ്റോ എന്നൊരു പയ്യനില്ലായിരുന്നു എന്ന് പറയുന്നു. അതായത് ഇതേ സ്കൂളിൽ 10 വർഷങ്ങൾക്ക് മുന്നേ ക്ലാസ്മേറ്റ്സ് ആയി പഠിച്ചവരാണ് ഈ 2 സാറുമാരും. അന്നത്തെ ഇവരുടെ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഹറിറ്റോ. ഹറിറ്റോ പ്രേതായതുകൊണ്ട് പ്രായമായില്ല, ഇവര് മനുഷ്യരായതുകൊണ്ട് വർഷങ്ങൾക്കനുസരിച്ച് ഇവരിലും മാറ്റം വന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കുന്ന നമ്മുടെ ക്ലാസ് ടീച്ചർ ആകെ ഷോക്കാവുന്നു. സാർ കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യാനായി ഇവർ മുന്നേ പഠിച്ചിരുന്ന ആ ഒരു ടൈമിലെ രജിസ്റ്റർ തപ്പിയെടുക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ ഹറിറ്റോ എന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ സഹിതമുണ്ട്. സാർ ഷോക്കാവുന്നു. ഇപ്പോൾ ക്ലാസ്സിലുള്ള ഹറിറ്റോ മനുഷ്യനല്ല പ്രേതമാണെന്ന് സാർ കൺഫേം ചെയ്യാണ്. സാർ ആദ്യം തന്നെ ഡൂയങ്ങിനെ ചെന്ന് കണ്ട് ഞാൻ എല്ലാം അറിഞ്ഞു, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കാം, ക്ലാസ്സിൽ നിങ്ങൾ പ്രേതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് ഹറിറ്റോയുടെ കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡൂയങ്ങും സമ്മതിക്കുന്നു. അങ്ങനെ കലിയിളകുന്ന സാറ് ക്ലാസ്സിലേക്ക് ചെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്യണം, ഹറിറ്റോ നീ ഒരു പ്രേതമാണ്, അല്ലാതെ ഒരു മനുഷ്യനല്ല ഈ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഉടനെ തന്നെ ഇവിടുന്ന് പൊക്കണമെന്ന് പറഞ്ഞ് ഹറിറ്റോയെ സാറ് തള്ളുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം സാർ എന്ത് ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നതെന്ന രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ സാർ അവരോടും ദേഷ്യപ്പെടാണ്. നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു, ഒരു മനുഷ്യനല്ല എന്നറിഞ്ഞിട്ടും ഇവനെ ക്ലാസ്സിൽ നിങ്ങളിൽ ഒരാളായി വെച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാർ അവരെ ചീത്ത വിളിക്കുകയാണ്. എന്തായാലും ഹറിറ്റോയ്ക്ക് നേരെ തിരിയുന്ന സാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെയാണ് അവനോട് ആവശ്യപ്പെടുന്നത്. സാർ ആകെ ഹറിറ്റോയോട് കലിയിളകി നിൽക്കാണ്. പാവം ഹറിറ്റോ അങ്ങനെ അവിടെ തല കുനിഞ്ഞു നിൽക്കുന്നു. 10 വർഷം മുന്നേ തന്റെ കൂടെ പഠിച്ച ഹറിറ്റോ എന്ന പയ്യൻ മരണശേഷം ഒരു ആത്മാവായി ഈ ക്ലാസ്സിൽ ചുറ്റിത്തിരിയുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്ന ക്ലാസ് ടീച്ചറിന് കലിപ്പാകുന്നു. അദ്ദേഹം ക്ലാസ്സിലെത്തി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഹറിറ്റോയോട് നീ ഈ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ല, ഒരു ആത്മാവാണ്, നീ ഇവിടെ നിന്ന് പോയേ തീരൂ എന്ന് കട്ടായം പറയുന്നു. അതേപോലെ സ്റ്റുഡൻസിനോട് നല്ലായി ഭയങ്കരമായി ദേഷ്യപ്പെടാണ്. കാരണം ഒരു പ്രേതമാണ് കൂടെ ഉള്ളതെന്ന് അറിഞ്ഞിട്ടും അവരത് രഹസ്യമാക്കി വെച്ചു എന്ന് പറഞ്ഞു. എന്നാലും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തയ്യാറല്ല. ഹറിറ്റോയെ ഒരു കാരണവശാൽ ക്ലാസ്സിൽ അലോ ചെയ്യില്ല, അവൻ പോയേ തീരൂ. അവന്റെ സാധനങ്ങളെല്ലാം, അവനിരുന്ന ടേബിൾ, ചെയർ, അവന്റെ ബാഗ് എല്ലാം പുറത്തേക്കെടുത്ത് മാറ്റണം. ഒപ്പം തന്നെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും അവനോട് സംസാരിച്ചാല് നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞ് സാർ ഡൂയങ്ങിനെ ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ സാർ അവിടെ നിന്ന് പോകുമ്പോ ജേഹ്യുക് ഹറിറ്റോയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഡൂയങ് സാറ് പറഞ്ഞത് നീ കേട്ടില്ലേ, കൈവിടാനായി ജേഹ്യുക്കിനോട് പറയുമ്പോ ജേഹ്യുക്ക് ഹറിറ്റോയെ തന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഹറിറ്റോ നമുക്ക് പോകാന്ന് അവൻ പറയുന്ന സമയം നീ ഒരു പഠിപ്പിയാ, നിനക്ക് ഏറ്റവും കൂടുതൽ നോവാ മാർക്ക് പോയാലല്ലേ. സാറ് വിചാരിച്ച മാർക്ക് കളയാൻ വലിയ പാടൊന്നുമില്ല, സാറ് നിന്നെ ആ രീതിയിലാണ് പണിഷ് ചെയ്യുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഡൂയങ് ജേഹ്യുക്കിന്റെ വീക്ക്നെസ്സിനെ പിടിച്ച് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ജേഹ്യുക്ക് ഹറിറ്റോയുടെ കൈവിടുന്നു. ഡൂയങ്ങിന് ഹറിറ്റോയോട് നല്ല കലിപ്പാണല്ലേ. അവന് റെക്കമെൻഡേഷൻ ലെറ്റർ സാറ് കൊടുക്കാത്തത് ഹറിറ്റോ കാരണമാണെന്നാണ് ഡൂയങ് വിശ്വസിക്കുന്നത്. ഹറിറ്റോയെ സപ്പോർട്ട് ചെയ്ത് വോട്ടിംഗ് വന്നതുപോലും ഇവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ സാറിന്റെ നിർദ്ദേശം മുൻനിർത്തി ഡൂയങ് ഹറിറ്റോയെ ക്ലാസ്സിൽ ഒറ്റപ്പെടുത്താനായി നോക്കുന്നു. അതാണെങ്കിൽ വർക്കൗട്ട് ആകുന്നുമുണ്ട്. കാരണം ക്ലാസ്സിൽ ആരും തന്നെ പിന്നീട് ഹറിറ്റോയെ മൈൻഡ് ചെയ്യുന്നില്ല. ഹറിറ്റോ ജുൻക്യൂനോടൊക്കെ സംസാരിക്കാൻ നോക്കുമ്പോൾ അവരും സാറിന്റെ പണിഷ്മെന്റ് പേടിച്ച് ഹറിറ്റോയെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. ജുൻക്യൂനും ജിയോങ്വോനും ഒക്കെ ഹറിറ്റോ ഇവിടെ തന്നെ വേണമെന്നതായിരുന്നു ആഗ്രഹം. ഹറിറ്റോ ക്ലാസ്സിന് വെളിയിൽ നിൽക്കുമ്പോൾ ആ വഴി ആഷിയും യോഷിയും ജംഗുനും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഈ ടീം യോഷി ഹറിറ്റോയോട് എന്തോ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും സാറിന്റെ കാര്യം ഓർത്ത് സംസാരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഹറിറ്റോ ക്ലാസ്സിലിരിക്കുകയായിരുന്ന ജേഹ്യുക്കിന്റെ അടുത്തേക്ക് സംസാരിക്കാനായി വരുമ്പോൾ ജേഹ്യുക്കും സംസാരിക്കുന്നില്ല. പകരം അവൻ ഹറിറ്റോയോട് സോറി എന്ന് പേപ്പറിൽ എഴുതി കാണിക്കുന്നു. ഹറിറ്റോയ്ക്കും ഇനി ഇവരാരും തന്നെ പഴയതുപോലെ കാണില്ല, തന്നോട് മിണ്ടില്ല എന്നത് മനസ്സിലാകുന്നു. ഇതേ ടീം ഹറിറ്റോയുടെ അച്ഛനെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് തന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. ആ കൂട്ടത്തിൽ ഹറിറ്റോയുടെയും അദ്ദേഹത്തിന്റെയും ഫോട്ടോ ഉണ്ട്. അദ്ദേഹം അത് നോക്കി നിന്ന് വളരെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹറിറ്റോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. അത് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം മകനെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹറിറ്റോ വാഷ് റൂമിൽ നിൽക്കുന്നതാണ്. അവനെ ഇപ്പൊ കണ്ട പഴയ ഹറിറ്റോ പോലെ അല്ല ഉള്ളത്. പകുതി ഇൻവിസിബിളും വിസിബിളുമാണ് അവൻ. അതായത് വിസിബിൾ ആയിരുന്ന അവൻ ഇൻവിസിബിൾ ആയി പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കൈയും കാലും ഒക്കെ പതിയെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ തനിക്ക് സംഭവിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല. അവൻ കൈയൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിലൊക്കെ വെച്ച് നോക്കുമ്പോഴും ഒരു മാറ്റവും വരുന്നില്ല. തന്റെ ക്ലാസ്മേറ്റ്സ് തന്നോട് വളരെ കെയറോടെ പെരുമാറിയതുകൊണ്ടാണ് തനിക്കും അവരിൽ ഒരാളായി നിൽക്കാനായി സാധിച്ചത്. പക്ഷെ ഇപ്പോൾ അവർ തന്നെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുന്നതെന്ന് അവന് മനസ്സിലാകുന്നു. ഇവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് ഹ്യുൻസിക്കും ജംഗുനും വരുന്നു. ഹ്യുൻസിക് ഹറിറ്റോയെ ഇങ്ങനെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ജംഗുൻ അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ പതിയെ ഹറിറ്റോ പൂർണ്ണമായും ഇൻവിസിബിൾ ആയി മാറുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ക്ലാസ് ടീച്ചർ അറ്റൻഡൻസ് എടുക്കാനായി വരുന്നു. ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്ററിലുള്ള 20 കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുന്നു.
21-ാമനായി സാർ ഹർട്ടോയുടെ പേര് എഴുതി ചേർത്തിരുന്നത് ഫുള്ള് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അറ്റൻഡൻസ് എടുത്ത ശേഷം സാറ് എല്ലാ കുട്ടികളോടുമായി ചില കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ആരും അത് ആലോചിച്ച് അതിന്റെ പുറകെ പോകണ്ട, എക്സാംസ് വരാൻ പോകുന്നത് നന്നായി പഠിക്കുന്ന പറഞ്ഞ് സാറ് പോകുന്നു. അങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന ടൈം ഏഡമിന്റെ അടുത്തിരിക്കുന്ന പയ്യൻ ഏഡമിനോട് ഹർട്ടോയെ കാണുന്നേ ഇല്ലല്ലോ, അവൻ പോയെന്നൊക്കെ ഇവര് സംസാരിക്കുകയാണ്. ഈ ടീം ഇവരുടെ മുന്നിലായിരിക്കുന്ന ഡൂയങ് ഹർട്ടോ എന്ന പേര് കേട്ടപടെ എന്താ അവനെ പറ്റി പറഞ്ഞ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏടം പെട്ടെന്ന് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെക്കുന്നു. ഈ ടീം മാഷിഹോയുടെ പേന താഴെ വീഴുന്നു. അവനത് എടുക്കാനായി നോക്കുമ്പോ ഇൻവിസിബിൾ ആയ എന്തോ ഒന്ന് ആ പേന എടുത്ത് നൽകുന്നതായി അവന് മനസ്സിലാവുന്നു. അത് മറ്റാരുമല്ല ഹർട്ടോ ആണെന്ന് തന്നെ മനസ്സിലാക്കുന്നവൻ ദേ ഏടം ഹർട്ടോ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഏടം അത് ഡൂയങ് കേൾക്കാതിരിക്കാനായി പതിയെ പറയാൻ പറയുന്നു. ഇതേ ടീം ഹ്യുൻസുക്കിന് നന്നായി തണുക്കുന്നു. അവനിങ്ങനെ തണുത്തിങ്ങനെ ഇരിക്കുമ്പോ അവിടുത്തെ വിൻഡോ ഇൻവിസിബിൾ ആയ ഹർട്ടോ അടയ്ക്കുന്നു. അതേ ടൈം ഏഡമിന്റെ ആ ഒരു ഡെമോയിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഫുള്ള് ക്ലിയർ ആയിരിക്കാണ്. അതും ഹർട്ടോയുടെ പണിയാണ്. അങ്ങനെ ഹർട്ടോ ഓരോരുത്തരെ ഇൻവിസിബിൾ ആയി സഹായിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈവൻ ജേഹ്യുക്ക് ഹോസ്റ്റൽ റൂമിലുള്ള ടീം അവൻ ഹർട്ടോയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ജേഹ്യുക്കിന് ഹർട്ടോ ഒരു ടീ ഒക്കെ കുടിക്കാനായി കൊടുക്കുമായിരുന്നല്ലോ. അവൻ ഇങ്ങനെ ഹർട്ടോയെ മിസ് ചെയ്ത് ടീ കുടിക്കുന്ന കപ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഹർട്ടോ അവൻ ആ ടീ ഒഴിച്ചു കൊടുക്കുന്നു. ജേഹ്യുക്ക് അതെടുത്ത് കുടിക്കുന്നു. ഇൻവിസിബിൾ ആണെങ്കിലും ഹർട്ടോ തന്റെ കൂടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയാണ്. രംഗൻ റൂമിലിരുന്ന് അവന്റെ ഒരു യൂട്യൂബ് വീഡിയോ ലൈവ് സ്ട്രീം ചെയ്യാണ്. മാഗി ഈറ്റിംഗ് ചാലഞ്ച് എന്നും പറഞ്ഞാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ ആ ടീം ഇവന് വ്യൂവേഴ്സ് ഒക്കെ കൂടാനായി ഹർട്ടോ വീഡിയോയുടെ പുറകിൽ വന്ന് അവന്റെ ഗോസ്റ്റ് പവർ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും ലൈവായി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പുറകിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞ ആ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്ത് അതിന് നല്ല റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഹർട്ടോ കാരണം അങ്ങനെ ജംഗുവിന്റെ വീഡിയോ നല്ല വൈറലാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡൂയങ്ങിനെയാണ്. ഡൂയങ് ഹർട്ടോയോട് മോശമായാണ് പെരുമാറിയത്. പക്ഷെ ഇപ്പോൾ അവൻ ഹർട്ടോയെ വല്ലാതെ മിസ് ചെയ്യുന്നു. ആക്ച്വലി ഹർട്ടോ കാരണം തനിക്ക് തന്റെ അച്ഛൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ദേഷ്യമാണ് അവനുണ്ടായിരുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവനും ഹർട്ടോയോട് ഇഷ്ടം തന്നെയാണ്. അങ്ങനെ അവൻ അവിടെ ഹർട്ടോയോട് താൻ മോശമായി പെരുമാറിയോ എന്നെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ജേഹുക് മുന്നേ ഹർട്ടോയുടെയും ഡൂയങ്ങിന്റെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തത് കാണിക്കുന്നു. ഫോട്ടോ കാണുന്ന ഡൂയങ് വളരെ ഇമോഷണൽ ആകുന്നു. ഹർട്ടോയോട് അവന് ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ആ ഇഷ്ടത്തെക്കാളേറെ ദേഷ്യം എപ്പോഴോ അവന്റെ മനസ്സിൽ കയറിക്കൂടി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെല്ലാം ഹർട്ടോയോട് ഹാർഷായി പെരുമാറിയത്. ഇപ്പൊ അതിന് അവന് നല്ല കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ക്ലാസ് ടീച്ചർ പ്രേതത്തെ ഒക്കെ ഓടിക്കുന്ന ഒരു ലേഡിയെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. ആരാ സാറേ ഇവരെന്ന് മാഷിഹോ ചോദിക്കുമ്പോൾ അത് നീ അറിയേണ്ട കാര്യമില്ല, മാറി നിൽക്കാനായി സാറ് പറയുന്നു. ഈ ടീം യോഷിയ വന്നിരിക്കുന്ന ലേഡിയെയും അവര് തിരിച്ച് യോഷിയെയും നോക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യോഷിയുടെ മുത്തശ്ശി ഇങ്ങനത്തെ ഒരു ലേഡിയാണെന്ന് നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ കേട്ടിരുന്നല്ലോ. യോഷിയുടെ മുത്തശ്ശിയെയാണ് ഇപ്പോൾ സാറ് പ്രേതത്തെ ഓടിക്കാനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഹർട്ടോയെ ഇങ്ങനെ സാറ് വിടാതെ വേട്ടയാടുന്നതിൽ ഈ കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലെങ്കിലും അവർക്കൊന്നും തന്നെ പ്രതികരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നിരിക്കുന്ന ഇവർ അവിടെയെല്ലാം സ്പെൽ കാർഡ്സ് ഒട്ടിക്കുന്നു. അതിനുശേഷം റെഡ് ബീൻസ് ഒക്കെ ക്ലാസ്സിനകത്ത് വിതറി മന്ത്രങ്ങളൊക്കെ ചൊല്ലാണ്. ഈ ടീം ക്ലാസ് ടീച്ചർ മാത്രമാണ് അകത്തുള്ളത്. കുട്ടികൾ പുറത്തു നിന്ന് നോക്കുന്നു. ഇവരങ്ങനെ ഭീകരമായി മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ ശേഷം ഒരു കാര്യം കണ്ടെത്തുന്നു. അതായത് ആ പ്രേതാത്മാവിന്റെ ചിതാഭസ്മം ഈ ഒരു ലോക്കറിനകത്തുണ്ടെന്ന്. അവരത് മനസ്സിലാക്കുമ്പോഴേക്കും കുട്ടികളെല്ലാം അയ്യോ ഹർട്ടോയുടെ ഇതിലൊരു തീരുമാനമായല്ലോ എന്ന് വല്ലാതെ ടെൻഷനിലാവുന്നു. അവരാണെങ്കിൽ ആ ലോക്കർ തുറന്ന് ആ ചിതാഭസ്മമുള്ള ടിൻ കയ്യിലേക്ക് എടുക്കുന്നു. അവർ ആ ചിതാഭസ്മം കയ്യിലേക്ക് എടുത്ത് കരഞ്ഞുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം എന്നോട് ക്ഷമിക്ക്, പക്ഷെ നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ചിതാഭസ്മം നശിപ്പിച്ച് ആത്മാവിനെ ഇവിടെ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിടാനായി തുടങ്ങുന്ന സമയം അങ്ങോട്ടേക്ക് ഹർട്ടോയുടെ ക്ലാസ്മേറ്റ്സ് കയറി വരുന്നു. ഹർട്ടോയോട് ഇങ്ങനെ ചെയ്യരുത്, അവൻ ഇങ്ങനെ ഒരു അവസാനമല്ല അർഹിക്കുന്നതെന്ന് അവർ പറയുന്നു. അവനൊരു സാത്താനോ പിശാശോ ഒന്നുമല്ല, ഇതുപോലെ അവനെ നരകത്തിലേക്ക് പറഞ്ഞുവിടാൻ. അവൻ ആഗ്രഹിച്ച കാര്യം നേടി അവന്റെ ആത്മാവ് ശാന്തി അടഞ്ഞ് സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് ഇവർ പറയുന്നു. ചുൻക്യു ആ ലേഡിയുടെ കയ്യിൽ നിന്ന് ചിതാഭസ്മം വാങ്ങുന്നു. ഹർട്ടോ ഞങ്ങളുടെ ശത്രുവല്ല, അവൻ ഞങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് ഇവർ ഒറ്റ സ്വരത്തിൽ പറയുന്നു. ഈ ടീം ജേഹ്യുക്ക് സാറ് ഞങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്നും പറഞ്ഞ് പേടിപ്പിച്ചാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഹർട്ടോ ഞങ്ങളുടെ ഫ്രണ്ടാ, അവൻ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് ഇവർ പറയുമ്പോൾ സാറിന് കലി ഇളകുന്നു. നിനക്കൊക്കെ വട്ടാണോ, നീയൊക്കെ ഒരു പ്രേതത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം, നീയൊക്കെ ചെയ്യുന്ന തെറ്റാണെന്നെല്ലാം സാറ് പറയുമ്പോൾ ഇവരാരും കേൾക്കുന്നില്ല. ഈ ടീം എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെന്ന രീതിയിലും ആ ഒരു ലേഡി നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹർട്ടോ പതിയെ വിസിബിൾ ആവുന്നു. അവൻ ഇത്രയും നേരം ഇൻവിസിബിൾ ആയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ടൈം ഹർട്ടോയെ കാണുന്ന ഡൂയങ് അവന്റെ അടുത്ത് ചെന്ന് അവനോട് മോശമായി സംസാരിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. ഹർട്ടോ പോട്ടട സാറില്ലെന്ന രീതിയിൽ ഡൂയങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന ആ ലേഡി പ്രേതം കെട്ടിപ്പിടിക്കുന്നോ അതിപ്പോ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് പെട്ടെന്ന് ചിതാഭസ്മം വാങ്ങാനായി ശ്രമിക്കുമ്പോൾ യോഷി ഇടയിൽ കയറി മുത്തശ്ശിയെ തടുക്കാണ്. പേരക്കുട്ടി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർ ഇതിനില്ല. എന്തായാലും കുട്ടികളെല്ലാം ആ ചിതാഭസ്മം കൊടുക്കില്ലെന്ന് പറഞ്ഞു ഒറ്റക്കെട്ടായി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. സാർ പ്ലീസ് സാർ
സാർ ഒന്ന് മനസ്സിലാക്ക്. അവൻ ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാ. അവൻ ആരെയും ദ്രോഹിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അവന്റെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ ആഗ്രഹം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അവൻ ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ അവൻ അവന്റെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സാധാരണ കുട്ടിയെ പോലെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയാൽ അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. ഗ്രാജുവേഷൻ വരെയെങ്കിലും അവൻ ഇവിടെ വേണം. സാർ അതിനെ സമ്മതിക്കണമെന്ന് ഇവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സാർ എന്ത് ചെയ്യണമെന്ന് വളരെ വലിയ ആലോചനയിലാകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സാർ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ 21ാമത്തെ സ്റ്റുഡന്റായി ഹറുറ്റോയുടെ പേരും വിളിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ സാർ ഹറുറ്റോയെ അവന്റെ മറ്റ് ക്ലാസ്മേറ്റ്സിന്റെ ആവശ്യപ്രകാരം അവനെ ഗ്രാജുവേഷൻ വരെ ഇവിടെ ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ പഠിക്കാനായി അനുവദിച്ചിരിക്കുന്നു എന്നാണ്. വളരെ ഹാപ്പി ന്യൂസ് ആണല്ലേ. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആകുന്നു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പൊതുവെ തന്റെ ഐഡന്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുന്നതിന് മുന്നേ ഹറുറ്റോ അവർക്ക് സംശയം തോന്നാതിരിക്കാനായി അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെ കാണിക്കുമെങ്കിലും അവൻ കഴിക്കാറില്ലായിരുന്നു. കാരണം അവൻ ഗോസ്റ്റ് ആണല്ലോ. ഇപ്പൊ അവൻ ഗോസ്റ്റ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവന്മാര് അവന്റെ കൂടി പാത്രത്തിൽ കൈയിട്ട് വാരി ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹറുറ്റോ കഴിഞ്ഞ കുറെ നാളുകളായി ഇതേ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവന് ക്വസ്റ്റ്യൻസ് എല്ലാം കാണാപ്പാടാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന എക്സാമിന് ഇന്ന ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ അവനൊരു ബുജ്ജിയെ പോലെ കണ്ണാടിയൊക്കെ വെച്ച് നിന്ന് ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ പിന്നീട് ജങ്കുവിന്റെ വീഡിയോയില് ഓരോ ട്രിക്സ് ഒക്കെ കാണിച്ച് വ്യൂവേഴ്സിനെ കൂട്ടാനായി സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഹറുറ്റോ ക്ഷീണിച്ചിരുന്ന് ഉറങ്ങുമ്പോൾ അത് കാണുന്ന ജുൻക്യു അതിന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നു. അതിനുശേഷം ഹറുറ്റോയെ പേടിപ്പിക്കുമ്പോൾ ഹറുറ്റോയും വളരെയധികം അതൊക്കെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒടുക്കം ആ ഒരു ദിവസം വന്നെത്തുന്നു, ഇവരുടെ ഗ്രാജുവേഷൻ ഡേ. ഹറുറ്റോയുടെ ആത്മാവിന് ഇന്നാണ് ശാന്തി ലഭിക്കുക. എല്ലാരും തങ്ങൾ ഗ്രാജുവേറ്റ് ആകുന്നതിന്റെയും ഹറുറ്റോയുടെ വലിയൊരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നതിന്റെയും വളരെ വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഇവർക്ക് ഹറുറ്റോയെ കാണാൻ സാധിക്കില്ല. അവൻ ശാന്തി ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകും. ഒരു നക്ഷത്രമായി അവൻ തിളങ്ങും. ഇവർ അവനെ വല്ലാതെ മിസ് ചെയ്യുമെന്ന് അവർക്കറിയാം. പക്ഷെ ഇതാണല്ലോ അതിന്റെ ഒരു രീതിയല്ലേ. ശാന്തി കിട്ടാതെ അലയുന്ന ഹറുറ്റോയേക്കാൾ ശാന്തി കിട്ടി സ്വർഗത്തിലുള്ള ഹറുറ്റോയാണ് അവരും നമ്മളും കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഒരു ദിവസം അവസാനിക്കും മുന്നേ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് അവസാനമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ഒരു ഫോട്ടോ ഇവർക്ക് ആർക്കും എടുക്കാൻ സാധിക്കില്ല. കാരണം ഹറുറ്റോ അന്നുണ്ടാവില്ല. അങ്ങനെ ഒരേ സമയം സന്തോഷവും സങ്കടവും എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ട്രഷർ എന്ന K-pop അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ഡ്രാമ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. കാരണം വളരെ നല്ല റെസ്പോൺസ് ആണ് ഈ ഒരു ഡ്രാമയ്ക്ക് കിട്ടിയിരുന്നത്. ഇനിയും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപടി നല്ലൊരു കഥയുമായി നമുക്ക് ഈ ചാനലിലൂടെ കണ്ടുമുട്ടാം.